ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് എന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു എന്ന സകല നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദൈവകൃപ അധികമായി നമ്മുടെ മേൽ ദൈവം പകരേണ്ടതിനാൽ കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസങ്ങളിലും നമ്മളെ പരിപാലിച്ചവനായ ദൈവത്തിന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, അങ്ങയുടെ പരിപാലനത്തിനായി സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന സകല ഉപകാരങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. Glory to God. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് അല്പനിമിഷക്കാലം ദൈവത്തെ സ്തുതിച്ചാണ്. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഈ അന്തരീക്ഷത്തിൽ ഉയരേണ്ടതിന്. Glory, blessed be the name. Hallelujah. Oh Jesus, glory to God. യേശുവേ, ദൈവകൃപയാൽ ദൈവിക ശക്തിയാൽ പകലിൽ ആ ദൈവശക്തി ഏറ്റെടുത്തുകൊണ്ട് സകല ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഹല്ലേലൂയ, glory to God. പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ, ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ, ദേവാ നിൻ മഹിമൈ നമ്മെ എല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ, ദേവാ നിൻ മഹിമൈ നമ്മെ എല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ, ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ, ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ, ദേവാ പ്രസന്നമേ. എല്ലാ കരങ്ങളും കേട്ട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. പ്രസന്നമേ, ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ, ഹല്ലേലൂയ, ദേവാ പ്രസന്നമേ ഇറങ്ങിയേ, ഹല്ലേലൂയ, glory to God. ദേവനിൻ നല്ല ദൂതர்கள் നമ്മെ സുற்றிலும் എങ്ങും നിറഞ്ഞിരാൻ, ദേവനിൻ നല്ല ദൂതர்கள் നമ്മെ സുற்றிலும் എങ്ങും നിറഞ്ഞിരാൻ, ദേവാ നിൻ മഹിമൈ നമ്മെ എല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ,
அபிஷேகமே இன்றும் நமக்குள்ளே நிரம்பி வழியுதே. வானத்தின் அபிஷேகமே இன்றும் நமக்குள்ளே நிரம்பி வழியுதே. தேவானின் மகிமை நம்மை எல்லாம் பரிசுத்த ஸ்தானத்தில் மூடுதே. தேவானின் மகிமை நம்மை எல்லாம் இயேசுவே பிரசன்னமே இறங்கியே வந்திடுதே. ஓ தேவா பிரசன்னமே இறங்கியே வந்திடுதே. தேவனின் தூய நமக்குள்ளே இறங்கி வந்திடுதே. தேவானின் தூய ஆவினி எங்கும் நமக்குள்ளே இறங்கி வந்திடுதே. தேவானின் மகிமை நம்மை எல்லாம் பரிசுத்த ஸ்தானத்தில் பிரசன்னமே இறங்கி வந்திடுதே. ஹல்லேலூயா. ஓ தேவா பிரசன்னமே இறங்கி glory. தேவா பிரசன்னமே தேவா பிரசன்னமே பிரசன்னமே. ஓ தேவா ஓ மனசே ரிமரசலே. ஓ ஹல்லேலூயா. தேவ பிரசன்ன தேவ பிரசன்னமே இறங்கியே வந்திடுதே. பிரசன்னமே இறங்கியே வந்திடுதே. Glory. Oh, Jesus, glory to God. ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് യേശുക്രിസ്തു. ഹല്ലേലൂയ. യേശുക്രിസ്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഓ ആ ഹല്ലേലൂയ
മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ ഹല്ലേലൂയ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു glory to God ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നതായതിനാൽ ഞാൻ എന്നേക്കും ജീവിക്കയാ ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നതായതിനാൽ ഞാൻ എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മണ്ണിലെന്റെ നിത്യവാസം എന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ഹല്ലേലൂയ മണ്ണിലെന്റെ നിത്യവാസം എന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാട്ടിടുന്നു ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ ഹല്ലേലൂയ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ ജീസസ് എന്റെ യേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശുവിന്റെ ശബ്ദത്തോടെ glory ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മണ്ണിലെന്റെ നിത്യവാസം എന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ഹല്ലേലൂയ മണ്ണിലെന്റെ നിത്യവാസം എന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ഇനി വെണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാട്ടിടുന്നു ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതം യേശുവത്രേ എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതം യേശുവത്രേ പെറ്റ നല്ലത് കുഞ്ഞിനെ മറന്നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ ഓ പെറ്റ നല്ലത് കുഞ്ഞിനെ മറന്നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ ഓ ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയാണ് ഓ എന്റെ നോക്കി പാടിടും ഞാൻ ഹല്ലേലൂയ ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്ര ഓ എന്റെ glory to God പാടിടും ഞാൻ ഉലകിൽ തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം ഓ കരുത്തെഴും യാഹവൻ തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തെഴും യാഹവൻ ഒരു ഇടയനെ പോലെന്നെ അവനിൽ glory to God ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താ ആശ്ചര്യമേ ഹല്ലേലൂയ
Hallelujah. Glory to God. Oh Jesus, hallelujah. എന്റെ അല്ലലാകിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. Hallelujah. Hallelujah. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. ഓ എന്റെ ജീസസ് hallelujah. നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. കലക്കുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദത്തം ഒന്നിച്ചുണർത്തുവൻ. ഹല്ലേലൂയ. ഉള്ള കലക്കുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദത്തം ഒന്നിച്ചുണർത്തുവന്നേ. ഉള്ള കാലത്തിൽ വരച്ചവരോർമ്മിക്കതീശത്താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ള കാലത്തിൽ വരച്ചവരോർമ്മിക്കതീശത്താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Glory, glory, hallelujah. Oh, rimanere de shakaramena. Oh, rimanere de sherere. Glory to God. Urabashega tharam deram tharam delaga chaideri gala thara. Oh, rikaraga deram tharam deram delaga chaideri gala chalaga de. Oh, rikaraga deram tharam delaga chaideri Chana, oh Riga Chana, Riga Chana, Taram, Chere, Riga Chana, oh Ricana, Riga Chana, Ubana Tele, Riga Chana, Chere, Taram, Dera, Uraba Chega, Riga Chana, Taram, China, Ribana, China, Taram, Tana, oh Ricana, China, Yeshuve, hallelujah. Udara diga riga tene riga thana pera thana tera. Udaga ladera thana gadida thana gadida thana. Hallelujah thana pera thana pera thana tera thana tera tera. Oh riga gadeda gadera thana tera riga thana tera. Anna vidyara adana. Inna pagal kana deva paidale ni unchadikina niya baasagal. Inakadile varina satruvide. തോൽപ്പിക്കുവാനുള്ള ആയുധമായി മാറട്ടെ. ശക്തമായി കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കരം ആരാധനയിൽ നിന്നെ തന്നെ ദൈവത്തിന് വേണ്ടി നീ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, നിന്നെ തന്നെ ഒരു ആരാധന യാഗമായി വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന വിടുതലുകളെ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുവാൻ ഒരുപടിയായി തീരും. നിന്നിൽ നിൽക്കുന്ന രോഗങ്ങൾ നിന്നെ വിട്ടു മാറട്ടെ. നിന്നെ അലട്ടുന്ന നിരാശകൾ നിന്നെ വിട്ടു മാറട്ടെ. നിന്നെ മുൻപോട്ട് ചലിപ്പിക്കാത്ത സകല ബന്ധനങ്ങളും നിന്നെ വിട്ടു മാറട്ടെ. ആത്മീക ജീവിതത്തിന്റെ സകല തടസ്സങ്ങളും നിന്നെ വിട്ടു മാറട്ടെ. ഓ റീമാനാദ ശേഖേനിയ ശബ്ദം നിൽക്കുമ്പോഴും പാട്ട് നിൽക്കുമ്പോഴും നിന്റെ ആരാധന നീ തുടരുകയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നീ ആരാധിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളെ സ്നേഹിക്കുന്ന ആ ദൈവവുമായി സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ ഈ ആരാധനയിൽ നിന്റെ സകല വേദനകളും നിന്നെ വിട്ടു മാറുകയാ. നിന്നെ അലട്ടുന്ന സകല വേദനകളും ഈ ആരാധനയിൽ നിന്നെ വിട്ടു മാറുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ആരാധനയിൽ വിശ്വാസത്തോടെ പറ, എന്റെ വിടുതലുകൾ ഞാൻ ഏറ്റെടുക്കുന്നു.
എന്റെ വിടുതലുകൾ ഞാൻ ഏറ്റെടുക്കുന്നു. ഓ ജീസസ്, ജീസസ്. രമന രേഖമേ ശഖന നിന്നെ ചിന്തിപ്പിക്കുന്ന എത്ര പേർക്ക് അനുഭവിക്കുവാൻ കഴിയും ആത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ചലിക്കുമ്പോൾ? ആത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ചലിക്കുമ്പോൾ നീ ഉദ്ദേശിക്കാത്ത നിലപാടുകളിൽ പുതിയ വഴികളിലേക്ക് നിന്നെ നടത്തുന്നതാണ് ഈ ആത്മാവിന്റെ ശക്തി. Praise the Lord. Hallelujah. Hallelujah. ജീവിതത്തിൽ ഒരു പുതുമ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, മാന്നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. Praise the Lord. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആത്മവാഞ്ചയുണ്ട്? അവരെ ഇവിടുന്ന് നിറച്ചു വിടുന്നവനാണ് എൻ്റെ ദൈവം. Glory to God, glory to God, glory to God. നിനക്ക് തന്നിരിക്കുന്ന നാവ് ഇന്ന് പകൽക്കാലം ശത്രുവിനെതിരെയുള്ള ആയുധമായി മാറാൻ പോകുന്നു. Praise the Lord. അധികാരത്തോടെ നീ സംസാരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തോട് അധികാരത്തോടെ നീ സംസാരിക്കുമ്പോൾ, നിന്റെ വേദനയോട് അധികാരത്തോടെ നീ സംസാരിക്കുമ്പോൾ, നിന്റെ പ്രശ്നങ്ങളോട് അധികാരത്തോടെ നീ സംസാരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ചലിക്കുന്ന ദൈവശക്തി നിന്നെ റിലീസ് ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളെ വീക്ഷിക്കുന്നവർക്ക് ഇതൊരു വിടുതലായി മാറുന്നു. ഹോ ഹോ, ഇത് നിങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. എന്നെ കരുതും എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. സർവശക്തൻ കൂടെയുണ്ട്. അളയാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ സർവശക്തൻ കൂടെയുണ്ട്. അളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ
ബാധയോ നിന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ ദൈവവുമേ, തിരുമുൽ കാഴ്ചയുമായി രാവിലെ അടിയങ്ങൾ വീണ്ടും തൃപ്പാദത്തിൽ വന്ന് നിൽക്കുന്നു. ഇന്ന് പകൽ അടിയങ്ങളോട് കർത്താവ് ഇടപെടുന്നതിനായി, അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി, കർത്താവ് ഞങ്ങളെ പണിയുന്നതിനായി, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തൃക്കരങ്ങളിൽ ഞങ്ങൾ പ്രാപിക്കേണ്ടതിനായി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങേ ആരാധിച്ച് മഹത്വീകരിക്കുവാൻ, അങ്ങയുടെ വചനത്താൽ പണിയപ്പെട്ടവരായി മടങ്ങുവാൻ, ഒരു പുതുബലം ഞങ്ങൾ ഏറ്റുവാങ്ങുവാൻ വീണ്ടും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നേക്ക് ആവശ്യമുള്ള ദൈവിക വിടുതൽ, വിമോചനങ്ങൾ, രോഗസൗഖ്യങ്ങൾ, ആരോഗ്യങ്ങൾ, ആത്മപകർച്ചകൾ, ആത്മാവിൻ്റെ നവീകരണങ്ങൾ എന്നിവ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് മടക്കി അയച്ചാലും അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി എല്ലാവരും ദൈവസ്ഥാനത്തിൽ ഇരുന്നാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയും കൂടെ ഞാൻ കേരളത്തിലായിരുന്നു. അതിനകത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനും കൂടെ പങ്കെടുക്കുവാൻ ഒരു ദിവസം പോയി. ബാക്കി ദിവസങ്ങളിൽ മിനിസ്ട്രിയിലായിരുന്നു. ചിന്നമ്മ എൻ്റെ ഭാര്യ ഇന്ന് അവിടെയാണ്. എൻ്റെ ഭാര്യയുടെ സഹോദരിക്ക് ഒരു സർജറി ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി. സഹോദരന്മാരുടെ പ്രാർത്ഥന. എൻ്റെ ഭാര്യയുടെ സഹോദരന്, എൻ്റെ ഭാര്യയുടെ മൂത്ത സഹോദരന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് സഭയെ ഓർമ്മിപ്പിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ തിരുവചന ധ്യാനത്തിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. നല്ല ഫലം കായ്ക്കുന്നതും നല്ല ഫലം കായ്ക്കാത്തതുമായ ചില അനുഭവങ്ങളെ ഓരോന്നോരോന്ന് ഇന്നിങ്ങോട്ട് എടുക്കേണ്ടതിന് ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിവിധ ഉപമകൾ, വിവിധ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് തൻ്റെ സഭ ദൈവത്തിന് ഫലം കായ്ക്കണം എന്നുള്ള ആശയം പറഞ്ഞിരുന്നതിൽ ഒന്നാണ് വിതയ്ക്കുവാൻ പോയവൻ്റെ ഉപമ. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാനായിപ്പോയി. വിതയ്ക്കുന്ന കൂട്ടത്തിൽ ഒരേ വിത്താണ് വിതച്ചതെങ്കിലും ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് വഴിയരികെ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു. യേശു പറഞ്ഞു, എല്ലാം വിത്ത് ഒരുപോലെയായിരുന്നു, വിതച്ചവൻ്റെ അധ്വാനം ഒരുപോലെയായിരുന്നെങ്കിലും വീണതിൻ്റെ അടിസ്ഥാനത്തിൽ പലതിൻ്റെയും റിസൾട്ട് വ്യത്യസ്തമായിരുന്നു. നാം ദൈവത്തിനൊരു റിസൾട്ട് കൊടുക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത വയലാണ് നാം. നല്ല മണ്ണായി ദൈവസന്നിധിയിൽ നാം അർപ്പിക്കപ്പെടുമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഫലം കായ്ക്കുവാൻ കഴിയും. മോശം മണ്ണായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഒരല്പം കൂടെ കുറച്ച് ഫലം കായ്ക്കാൻ കഴിയും. കാര്യം 100, 60, 30 മേനി. തിരിച്ച ബൈബിളിൽ 30, 60, 100 മേനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫലം കായ്ക്കുവാൻ നമുക്ക് കഴിയണം എന്ന ആശയം യേശു പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് യേശു പറഞ്ഞു, അത് വീണത് വഴിയറമ്പില. പറവകൾ കൊത്തിക്കൊണ്ടുപോയി. കേട്ട വിത്തൊന്നും അവർക്ക് പിടിച്ചില്ല. വളരെ കാഷ്വലായി ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ വളരെ കാഷ്വലായി ശ്രദ്ധിച്ചുകൊണ്ട്
ഞാൻ വചനം കേട്ടു, പക്ഷേ ഇവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോഴത്തേക്ക് അങ്ങ് മറന്നുപോയി. ഒരുപാട് പേരുടെ പ്രശ്നവും അതാണ്. കേൾക്കുമ്പോൾ നന്നായിരുന്നെന്നൊക്കെ തോന്നും, പക്ഷേ ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എന്തവ പറഞ്ഞെന്ന് പോലും അങ്ങ് മറന്നുപോയി. ഈ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ നമ്മളായി നേരിടേണ്ടതിന് ദയവായി ഒരല്പം പേപ്പറും ഒരു പേനായും കൂടെ കരുതിക്കോണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്ന് പോയിൻ്റ് എഴുതിയാൽ തിരിച്ചു പോകുമ്പോൾ നമുക്കത് ഓർക്കാനായി കഴിയും. വേറൊരു വിഭാഗത്തെക്കുറിച്ച് യേശു പറഞ്ഞു, അത് വീണത് പാറസ്ഥലത്തായിരുന്നു. ഏറെ മണ്ണില്ല, നല്ല കാര്യം, ചൊവ്വയൊക്കെ ജീവിച്ചാൽ കൊള്ളാം. അതിന് ഗൗരവമേറിയ ഒരു തീരുമാനത്തോടുകൂടെ, ആഴമായ ഒരു പ്രതിഷ്ഠയോടുകൂടെ കേൾക്കുന്ന വചനം ഏറ്റെടുക്കാതെ കാഷ്വലായി അങ്ങ് ഏറ്റെടുത്താൽ താഴെയോട്ടതിന് മണ്ണ് വേരിറങ്ങത്തക്കവണ്ണം മണ്ണില്ലാത്തതിനാൽ അത് അല്പായുസായി സൂര്യൻ ഉദിക്കുന്നതോടെ അങ്ങ് കരിഞ്ഞുപോയി. അത് ഫലം കൊടുത്തില്ല. മൂന്നാമതൊരു വിഭാഗത്തെക്കുറിച്ച് യേശു പറഞ്ഞു, മുള്ളിൻ്റെ ഇടയിലാണ് വീണത്. നല്ല മണ്ണായിരുന്നു, പക്ഷേ അവിടെ ഒത്തിരി മുള്ളും കൂടെ ഉണ്ടായിരുന്നു. അത് ധനത്തിൻ്റെ ചിന്തകൾ, ലോകപ്രകാരമായ അനേക ആവശ്യങ്ങളുടെ ചിന്തകൾ എന്നിവ വചനത്തോടു കൂടെ വരികയാൽ വചനം തന്നെയല്ല അവർക്ക് ചെന്നത്. എനിക്കൊരു ധനികനാകണം, എനിക്കൊരു വലിയവനാകണം, അതിനൊക്കെ ഈ വചനം പ്രയോജനമാകണം. ഒരുപാട് പേരങ്ങനെയാണ്. എനിക്കൊന്ന് മജോറിറ്റി ഇന്ന് ആ വിഭാഗത്തിൽ പെടുന്നതാണ്. ഞാൻ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് എനിക്ക് ഇന്ന ഭൗതിക നന്മകൾ ഉണ്ടാകണം. ധനത്തിൻ്റെ മോഹം പലതിനെയും ഞെരുക്കിക്കളയും. അവിടെ മുള്ളിനിടയിൽ വീണതിനെക്കുറിച്ച് യേശു പറഞ്ഞു, ആ വിത്ത് കിളുത്തു, വളർന്നു. അത് വളരാൻ തുടങ്ങിയതോടുകൂടെ മുള്ളിനായിരുന്നു ബലക്കൂടുതൽ. അതുകൊണ്ട് മുള്ള് അതിനെ ഞെരിച്ചു കളഞ്ഞു. അതും കൊയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. വഴിയറമ്പിൽ വീണത് കാഷ്വലായി കേട്ടു, പറവകൾ കൊണ്ടുപോയി. പാറസ്ഥലത്ത് വീണത് അങ്ങനെ വലിയ ഗൗരവത്തിലൊന്നും അല്ല അതിനെ ഏറ്റെടുത്തത്. ഓൾ റൈറ്റ്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, കേൾക്കണം, പ്രസംഗം നന്നായിരിക്കുന്നു, അല്ലേ അഴുക്കായിരിക്കുന്നു, രണ്ടായാലും, അഥവാ പ്രസംഗം മോശമായാൽ പാട്ട് നന്നായിരിക്കും, സോ കേട്ടോണ്ട് വരിക. ഈ ഒരാശയത്തിൽ അതിന് വലിയ വേര് താവോട്ട് പോകണമെന്നില്ല. അങ്ങനെ വന്നു. മൂന്നാമതൊരു വിഭാഗം, വളരെ നല്ല കാര്യമാണ്, എനിക്ക് ആ താഴത്തിലേക്ക് വേരിറങ്ങണം, ഭയങ്കര ശുശ്രൂഷ ചെയ്യണം, കേട്ടോണ്ട് എന്നും ഇരുന്ന പോരാ, എനിക്ക് ശുശ്രൂഷകനായി മാറണം. പക്ഷേ തിരിച്ചു പോരുമ്പോൾ ഒരു വലിയ കാറും നല്ല ബംഗ്ലാവും അതിനുള്ള കാര്യങ്ങളും ധനമോഹങ്ങളുടെ കൂടെ വരണം. യേശു പറഞ്ഞത് രണ്ടും കൂടെ വളർത്താൻ നോക്കിയാൽ ധനത്തിൻ്റെ മോഹം വിത്തിനെ ഞെക്കിക്കളഞ്ഞതിനാൽ മുള്ളിനിടയിൽ വീണതാണ്. ഇതൊന്നും കൊയ്തിട്ടില്ല. എന്നാൽ നല്ല നിലത്ത് വീണത്, അതേ വിത്താണ് വീണത്, അത് കൊയ്തു. ലോങ് റണ്ണിൽ പ്രയോജനമുള്ളത് അതിന് മാത്രമേ ഉള്ളൂ. കൊയ്യാതെ പോയതിൻ്റെ, മുള്ളിനിടയിൽ വീണതിൻ്റെ മോഹം കൊണ്ടോ, പാറസ്ഥലത്ത് വീണത് കാഷ്വലായി കേട്ടതുകൊണ്ടോ കൊയ്ത്ത് നടന്നിട്ടില്ല. വഴിയറമ്പിൽ വീണ വിത്ത് പോലെ നഷ്ടമായി പോകുകയായിരുന്നു. എന്നാൽ ഒരു വിഭാഗം വിത്ത് വീണത് നല്ല സ്ഥലത്താണ്. നല്ല സ്ഥലത്ത് വീണതുകൊണ്ട് അത് വിളഞ്ഞു. ആ വിളവിൽ തന്നെ ചിലത് 30 മേനി വിളഞ്ഞു എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വിത്താണ് ഇട്ടതെങ്കിൽ 30 കിലോഗ്രാം കൊയ്തെടുത്തു. വേറൊന്ന് 60 കിലോഗ്രാം, 1 കിലോഗ്രാം വിത്തിട്ടെങ്കിൽ 60 കിലോഗ്രാം കൊയ്തെടുത്തു. 100 മേനി വിളഞ്ഞു. 1 കിലോഗ്രാം വിത്തിട്ടെങ്കിൽ 100 കിലോഗ്രാം കൊയ്തെടുത്തു. നമ്മിലെ ഓരോരുത്തരെയും തിരിച്ചു നിർത്തി കൊയ്യുന്ന ഒരു സമയം, കർത്താവ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വിത്തിൻ്റെ എത്ര ഇരട്ടി നമുക്ക് ഫലം കൊടുക്കുവാൻ കഴിയും എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് കൊള്ളാം. നാം നിശ്ചയമായും ദൈവത്തിന് ഫലം കായ്ക്കേണ്ടവരാണ്. ഇനി ഞാൻ വേറൊരു ചെറിയ ആശയത്തിലേക്ക് തിരിയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസന് സംസാരിച്ച ഒരാശയത്തോട് ബന്ധപ്പെടുത്തി ഞാൻ അങ്ങനെയൊന്ന് ചിന്തിക്കുകയായിരുന്നു. ഒരിക്കലൊരു യജമാനൻ തൻ്റെ തോട്ടത്തിലൂടെ നടക്കാൻ പോയി. തൻ്റെ തോട്ടത്തിലൂടെ നടക്കാൻ പോയ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു വൃക്ഷത്തെ, ഓരോ വൃക്ഷത്തോടും അതുതന്നെ ആയിരിക്കും സമീപനം, ഒരു വൃക്ഷത്തിൻ്റെ അടുക്കൽ ഫലം അന്വേഷിച്ച് ചെന്നപ്പോഴത് കായ്ച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിത് 3ാമത്തെ തവണയാണ് ഈ വൃക്ഷത്തിൻ്റെ അടുക്കൽ ഫലം തേടി വരുന്നത്. ഈ 3 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടും ഇതൊരു ഫലവും കായ്ച്ചിട്ടില്ല. അതുകൊണ്ട് തോട്ടക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇതൊരല്പം ഗൗരവമായി ഒരു കർത്താവിൻ്റെ ദാസൻ എടുത്ത ഒരാശയമാകയാൽ ഞാനും ഒരല്പം ഗൗരവമായി പോകുകയാണ്. തോട്ടക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇത് വെട്ടിയേക്ക്. ഞാൻ കഴിഞ്ഞ 2 വർഷം പോയി, ഇത് 3ാം വർഷമാണ്. ഈ 3 വർഷമായിട്ടും ഇതിൽ ഫലം കായ്ക്കുന്നില്ല. കാലം നോക്കിയാൽ, തിരുവചന ഭാഷയിൽ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നമ്മിൽ പലരും ഇന്നും ഫലം കായ്ക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലിരിക്കുന്നതിനാൽ ഇത് വെട്ടിയേക്ക്, ഇതിനിവിടെ നിന്നിട്ട് കാര്യമില്ല. നിലത്തെ നിഷ്പ്രയോജനമാക്കുന്ന മരം. മുമ്പേ നല്ല നിലത്ത് വീണ വിത്ത് നന്നായി വളർന്നു. പാറസ്ഥലത്ത് വീണത് വളരാതെ പോയി. മുള്ളിനിടയിൽ വീണത് കൊലയ്ക്കാതെ പോയി. പക്ഷേ ഇവിടെ പറയുന്നത് വൃക്ഷത്തിൻ്റെ പെശകാണ്.
നല്ല സ്ഥലത്താണിത് നിൽക്കുന്നത് എങ്കിലും ഈ വൃക്ഷം നിലത്തെ പാഴാക്കുന്നു, ഈ വൃക്ഷം വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. തോട്ടക്കാരൻ തിരിച്ചു പറഞ്ഞു, കർത്താവേ അങ്ങനെ പറയരുത്, ഞാൻ 1 വർഷം കൂടെ ഇതിനൊന്ന് വട്ടത്തിൽ കിളച്ച് നോക്കട്ടെ. ഇത് നിൽക്കുന്നത് മോശമായ സ്ഥലത്തല്ല, ഇത് നല്ല സ്ഥലത്തായാൽ കിളയ്ക്കാൻ സാധിക്കും. ഞാൻ 1 പ്രാവശ്യം കൂടെ ഇതിനൊന്ന് വളമിട്ട് നോക്കട്ടെ. നല്ല സ്ഥലത്താണെങ്കിലും ഞാൻ അധികം വളമൊന്ന് കൊടുത്തു നോക്കാം. എനിക്ക് തോന്നുന്ന ബഥേലിനും ബഥേലൈറ്റ്സിനും ലഭിക്കുന്ന ഒരു നന്മ ഇതാ, 1 പ്രാവശ്യം കൂടെ വളമിടാം. കൊള്ളാവുന്ന ശുശ്രൂഷകന്മാരെ കർത്താവ് നമുക്ക് തരട്ടെ, കൊള്ളാവുന്ന ശുശ്രൂഷ കർത്താവ് നമുക്ക് തരട്ടെ. ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന കൂടെ നടത്തട്ടെ. ഒരു 40 കൂടെ അവിടെ നടത്തി നോക്കാം, അല്ല ഒരു 21 ഉപവാസം കൂടെ നടത്തി നോക്കാം. നല്ല നിലത്താകയാൽ ഇതൊക്കെ സാധിക്കും. ദുർനിലത്താണെങ്കിൽ വളമിടാനൊക്കത്തില്ല, കിളയ്ക്കാനൊക്കത്തില്ല, ആകെ പ്രയാസമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിച്ചു വരും. നല്ല നിലമാകയാൽ ഇത് കിളയ്ക്കാൻ കഴിയും, നല്ല നിലമാകയാൽ ഇവിടെ വളമിടാൻ കഴിയും, നല്ല നിലമാകയാൽ അധികം പ്രയത്നിക്കുവാൻ കഴിയും. കർത്താവേ, ഞാൻ 1 വർഷം കൂടെ നമ്മളെ കൊണ്ട് ഒക്കുന്നതൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടെ, ഇത് നല്ല ഫലം കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് നോക്കണമേ. അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാം. യെശയ്യാവിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അമ്മയ്ക്കൊന്ന് മാറാമോ പ്ലീസ്? ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിത് ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. നിൽക്കട്ടെ, ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തെ ദൈവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന ആശയത്തിൻ്റെ അകത്തോട്ട് കയറുക. എൻ്റെ പ്രിയതമന് ഞാൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പ്രിയതമൻ്റെ പാട്ട് തന്നെ പാടും. ഞാൻ എൻ്റെ ദൈവത്തിനൊരു പാട്ട് പാടുകയാണെങ്കിൽ എന്തിനെക്കുറിച്ച് പാടും? 1, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചായിരിക്കും പാടുന്നത്. 2, ഞാൻ പ്രിയതമൻ്റെ പാട്ട് പാടും. അതിൻ്റെ ട്യൂണും അതിൻ്റെ രാഗവും പോലും, അതിൻ്റെ കൊട്ടും അതിൻ്റെ മേളവും പോലും ദൈവത്തിന് ഹിതകരമായ രീതിയിൽ, ദൈവത്തിന് അംഗീകരിക്കത്തക്ക രീതിയിൽ, ദൈവികമായ രീതിയിലായിരിക്കും. അതിൻ്റെ സംവിധാനങ്ങൾ മുഴുവനും എൻ്റെ ദൈവത്തിൻ്റേതായിരിക്കും. കാര്യം തൻ്റേത് മാത്രം ഇഷ്ടപ്പെടും, വേറെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. നല്ല ആഹാരം ഉണ്ടാക്കുവാൻ അറിയാവുന്ന ഒരു വീട്ടമ്മ താൻ ഉണ്ടാക്കുന്ന മാനദണ്ഡത്തിന് താഴെ ഒരാഹാരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കത്തില്ല. പക്ഷേ നല്ല ആഹാരം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരാൾ കിട്ടുന്നത് എന്തും വാങ്ങി രുചിച്ചു നോക്കും, അതിൽ കിട്ടിയതിൽ നല്ലത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ദൈവത്തിന് മറ്റാരേക്കാളും ഉപരി നന്നായി ചെയ്യാൻ അറിയാവുന്നതിനാൽ തൻ്റെ സകല പ്രമാണങ്ങളും നിയമങ്ങളും തൻ്റെ ട്യൂണും ടോണും എല്ലാം തൻ്റേതാകയാൽ ഞാൻ എൻ്റെ പ്രിയതമന് പാടുന്ന പാട്ട് പ്രിയതമൻ്റെ പാട്ട് തന്നെയായിരിക്കും. മറ്റെന്തിനേക്കാളും തനിക്ക് വിലയേറിയത് തൻ്റെ മുന്തിരിത്തോട്ടമാകയാൽ ഞാൻ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചായിരിക്കും പാട്ടുപാടുന്നത്. തുടർന്ന് എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിൻ്റെ മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. തൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത അത് ഏറ്റവും ഫലവത്തായ കുന്നിൻ്റെ മേലാണ്. താന് 2ാം തരം ഒരിടത്ത് തൻ്റെ മുന്തിരിത്തോട്ടം വെക്കുന്നവനല്ല. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചേക്കാം, താങ്കൾ ബഥേൽ സഭയെക്കുറിച്ചാണോ ഈ മുന്തിരിത്തോട്ടമായി ചിത്രീകരിക്കുന്നത്? അതെ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഭാഗമാണ് ബഥേൽ സഭ. ദൈവത്തിന് സഭ ഒന്നേ ഉള്ളൂ. വ്യത്യസ്ത ഇടങ്ങളിൽ ആ സഭയുടെ അനേക 10,000 ആരാധനകൾ നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് തിരുസഭ ഒന്നേ ഉള്ളൂ, ഒന്നിലധികമില്ല. ആ സഭ മുഴുവനും ഫലവത്തായ കുന്നിൻ്റെ മേലാണ്. അതിന് ഫലമുണ്ട്, അവിടെ പ്രവർത്തിക്കുവാൻ കഴിയും, അവിടെ നിന്നാൽ ഫലം കായ്ക്കുവാൻ കഴിയും. അതിൽ ഒരു ബ്രാഞ്ചാണ് ബഥേൽ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ അത് ഈ ഭൂമി തന്നെയാണ്. തൽക്കാലം ഒരു മുന്തിരിത്തോട്ടമുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിൽ താൻ ചില ക്രിയകൾ ചെയ്തു. ഒന്നുകൂടെ വായിക്കാമോ ബ്രദർ പ്ലീസ്? ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. 1, ഏറ്റവും ഫലവത്തായ സ്ഥലത്താണ് തൻ്റെ മുന്തിരിത്തോട്ടം. 2, എത്ര മുന്തിരിത്തോട്ടമുണ്ട്? ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിന് സഭ ഒന്നേ ഉള്ളൂ. 3 വായിച്ചാട്ടെ.
അവൻ അതിന് വേലി കെട്ടി. മൂന്നാമത്തേത്, അവൻ അതിന് വേലി കെട്ടി. ഏറെക്കുറെ നിങ്ങളുടെ ബുദ്ധിക്കും കോമൺ സെൻസിനും ഒക്കുന്നത് പോലെ, സാഹചര്യങ്ങൾക്കും കഴിവുകൾക്കും പറ്റിയതുപോലെ എതിലെയെങ്കിലും കയറി ഇറങ്ങി നടന്നോളാൻ പറഞ്ഞല്ല എൻ്റെ പ്രിയതമൻ്റെ മുന്തിരിത്തോട്ടം. അവനതിന് ചുറ്റും വേലി കെട്ടി. അരുതാത്തത് അകത്ത് കയറാതെയും കയറിയത് നഷ്ടമാകാതെയും ഇരിക്കേണ്ടതിന് ചുറ്റും വേലി കെട്ടുന്ന എൻ്റെ പ്രിയതമനായി സ്തോത്രം. സഭ എന്ന അന്തരീക്ഷത്തിൽ ചില സമയം പരിശുദ്ധാത്മാവ് സഭയെ അറിയിക്കാറുണ്ട്, രോഗങ്ങളുടെ കടന്നാക്രമണം ഉണ്ടാകാൻ പോകുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേലിക്കെട്ട് രോഗത്തിനെതിരെ കെട്ടുക. വേറൊരു സീസണിൽ ദൈവാത്മാവ് പറയാറുണ്ട്, ഇന്ന പ്രതികൂലത്തിൻ്റെ, വിശ്വാസത്യാഗത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ന പ്രശ്നത്തിൻ്റെ ഒരു പ്രതികൂലം വരുന്നുണ്ട്, അതിനുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. വേലിക്കെട്ടുകൾ ഇട്ടുതരുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവസഭയുടെ ഒരു പ്രത്യേകതയാണിത്. അതാത് സീസണുകളിൽ കടന്നു വരുന്നവയ്ക്ക് വിരോധമായി നമുക്കറിയാം, ഒരു നല്ല മുന്തിരിത്തോട്ടമുണ്ടെങ്കിൽ, ഒരു നല്ല തോട്ടമുണ്ടെങ്കിൽ അതിനകത്ത് വ്യത്യസ്ത തരമായ പെസ്റ്റിസൈഡ്സ്, ഓരോ ജീവികൾ കടന്നാക്രമിക്കുന്ന സീസണാകുമ്പോൾ അതാത് ജീവികളെ ചെറുത്തു നിൽക്കേണ്ടതിനാവശ്യമുള്ള മരുന്ന് അടിച്ചു സൂക്ഷിക്കുന്നത് പോലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവസഭയെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ദൈവാത്മാവ് വളരെ ഹൃദ്യമായി എന്നോട് ഇടപെട്ടുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാനിത് പറയുക. ഒരിക്കൽ നമ്മുടെ കർത്താവായി യേശു പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ സകല വചനങ്ങൾ കൊണ്ടും വേണം ഉപജീവനം കഴിക്കുവാൻ. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ അപ്പോഴപ്പോൾ പുറപ്പെടുന്ന വചനങ്ങൾ കൊണ്ട് എന്നാണ് പറയുന്നത്. ഞാനിവിടെ നിൽക്കുന്ന നിപ്പിൽ തന്നെ ഇന്ന് രാവിലെ വരെ ചിന്തിച്ചതിനേക്കാൾ ഗൗരവവും വ്യത്യസ്തവുമായ വ്യത്യാസത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇരിക്കുന്ന ചിലരോടും ശ്രദ്ധിക്കുന്ന പലരോടും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാകയാൽ ഈ ശൈലിയിൽ ഞാൻ പോകുകയാണ്. അന്നന്നത്തേക്കാവശ്യമുള്ള പ്രത്യേകതകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതാതിന് വേലി കെട്ടുന്ന ഒരു മുന്തിരിത്തോട്ടമാണ് എൻ്റെ പിതാവിൻ്റെ മുന്തിരിത്തോട്ടം. അതൊരു ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്നതല്ല, ഒരു വർഷത്തേക്കുള്ള ക്രമത്തിൽ പോകുന്നതല്ല. അന്ന് ഇടപെടുന്ന ദൈവവചനമാണ്. ഇന്ന് ഇടപെടുന്ന ഒരു ദൈവവചനമുണ്ട്. ഇന്ന് പകൽ ചിലതിന് ചില ഏരിയയിൽ ചില വേലിക്കെട്ടും കിട്ടും. എൻ്റെ പ്രിയതമന് അവൻ്റെ തോട്ടത്തെക്കുറിച്ചൊരു പാട്ടുപാടും. എൻ്റെ പ്രിയന് ഏറ്റവും മനോഹരമായ കുന്നിൻ്റെ മേൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഒന്ന്, അവനതിന് ചുറ്റും വേലി കെട്ടി. പിന്നൊന്ന് വായിച്ചാട്ടെ. അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. 2, അതിലെ കല്ല് പെറുക്കി കഴിഞ്ഞു. വേലി കെട്ടുമ്പോഴും കല്ലുണ്ടെന്ന് മറക്കരുത്. വേലി കെട്ടുമ്പോഴും കല്ലുണ്ട് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാൻ ഇനിയും സമയം കൊടുക്കുന്നു എന്നായിരിക്കാം ഒരർത്ഥം. കർത്താവ് ഒരളവിൽ സഭയ്ക്കകത്ത് എടുത്തു വെച്ചതിൻ്റെ അർത്ഥം സദാകാലവും തുടരുമെന്നല്ല. തുടർന്നും ഇടർച്ച വരുത്തുന്ന കല്ലാണെങ്കിൽ പെറുക്കിക്കളയുന്നവൻ്റെ കൈ അടുക്കലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അതിനകത്തെ കല്ല് പെറുക്കിക്കളഞ്ഞു. ഈ കല്ല് കൃഷിസ്ഥലത്ത് കിടന്നാൽ ജോലി ചെയ്യുന്നവർക്കറിയാം മഹാശല്യമാണ്. അതിൽ കൂടുതൽ തൽക്കാലം ഞാൻ പറയാൻ പോകുന്നില്ല. അതിനകത്ത് കല്ലുണ്ടായിരുന്നു. കല്ലില്ലാത്ത മണ്ണിലല്ലാതെ എൻ്റെ മുന്തിരിത്തോട്ടം. ആ കല്ലും കൂടെ ചേർത്ത് വെച്ച് കെട്ടാൻ കാര്യം വേണമെങ്കിൽ മാനസാന്തരപ്പെടുവാൻ ഇന്നും അവസരമുണ്ടെന്നുള്ളതായിരിക്കാം. അതിനകത്തെ കല്ല് പെറുക്കിക്കളഞ്ഞു. പക്ഷെ മറക്കരുത്, കൃഷി ഇറക്കുമ്പോൾ കല്ല് പെറുക്കുന്നത് യജമാനൻ്റെ സ്വഭാവമാണ്. വിത്ത്, വളം മുതലായത് അകത്തേക്ക് വരുമ്പോൾ അരുതാത്തത് പുറത്തേക്ക് എടുക്കുന്നത് എൻ്റെ യജമാനൻ്റെ സ്വഭാവമാണ്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അതിൻ്റെ കല്ല് പെറുക്കിക്കളഞ്ഞു. അടുത്തത്, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. ഇത് ഞാൻ ഒരുപാട് തൊട്ടിട്ടുണ്ട്. ബേസിക്കലി പാസ്റ്റർ പി.ഡി. ജോൺസൺ ഒരിക്കൽ ബഥേൽ ചർച്ചിൽ വന്ന് എടുത്ത ഒരാശയമാണ് ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നിർത്താനല്ല, അതിൻ്റെ മുകളിൽ ഇന്നത്തേക്കുള്ളത് ദൈവാത്മാവ് തരുന്നതും കൂടെ അതിനകത്ത് ചേർന്നിരിക്കും. പല ആശയങ്ങൾ അതിനകത്ത് കണ്ടെന്ന് വരാം. അതിനകത്ത് ഏറ്റവും നല്ല ഇനം മുന്തിരിവള്ളി കൊണ്ട് നട്ടു. ഓരോ മണ്ണിന് ഓരോ ഇനം വിത്താണ് പിടിക്കുന്നത്. എല്ലാ മുന്തിരിവള്ളിയും എല്ലായിടത്തും പിടിക്കത്തില്ല. ഉപ്പുവെള്ളമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ചെടിക്ക് അതേ പേര് തന്നെയാണ് ഉപ്പുവെള്ളം ഇല്ലാത്തയിടത്തും കൃഷി ചെയ്യുന്നത്. പക്ഷെ പ്രത്യേക വിത്തുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പാവൽ എന്നൊരു കൊച്ചു ചെടിയെ എടുക്കാം. പാവൽ ചെടി ഉപ്പുവെള്ളം ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടുന്ന അതേ പാവൽ ചെടിയുടെ ക്വാളിറ്റിയുള്ള, അതേ കായുടെ ക്വാളിറ്റിയുള്ള കാ പറിക്കുന്ന
പാവൽ ചെടികൾ ഉപ്പുവെള്ളം ലഭിക്കുന്നിടത്തുമുണ്ട്. പക്ഷേ ഇപ്പുറത്തെ വിത്ത് അപ്പുറത്തോ അപ്പുറത്തെ വിത്ത് ഇപ്പുറത്തോ ഇട്ടാൽ ഇത് ഉണ്ടാകത്തില്ല. ഉപ്പുവെള്ളത്തിൽ വളരുവാൻ കൊള്ളാവുന്ന പ്രത്യേക ബ്രീഡ് പാവലിനുണ്ട്. അത് ഉപ്പുവെള്ളം ഉള്ളയിടത്ത് കൊണ്ട് നടും. ചൂട് കൂടുതലുള്ളിടത്ത് നടാവുന്ന ബ്രീഡുണ്ട്, തണുപ്പ് കൂടുതലുള്ളിടത്ത് നടാവുന്ന ബ്രീഡുണ്ട്. അതാത് ഇടങ്ങളിലേക്ക് കൊള്ളാവുന്നതിനെ അവിടെ നടുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുണ്ട്, നമ്മുടെ സഭയുടെ സ്റ്റാൻഡേർഡിന് നിരക്കത്തില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് നിരക്കുന്ന മറ്റ് സഭകൾ ബാംഗ്ലൂരിൽ കണ്ടെന്നിരിക്കും. അങ്ങോട്ട് പോകാൻ നോക്ക്. കാര്യം ഇത് വേറൊരു ലെവലിൽ ദൈവം നിയമിച്ചതാണ്. അതാത് സഭകൾക്ക് അതാത് ഇടങ്ങൾക്ക് കൊള്ളാവുന്ന വിത്തുകളുണ്ട്. തിരഞ്ഞു പെറുക്കി കൊണ്ട് നടുന്ന എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. അതുകൊണ്ട് നിശ്ചയമായും കൃഷി കണ്ടാണ് ഞാനും വളർന്നത്. അദ്ദേഹം പറയും, ചില മണ്ണ് കണ്ടേച്ച് ഈ മണ്ണിൽ ഈ വിത്ത് ശരിയാകുകയില്ല, ഈ മണ്ണിൽ വേറൊരു വിത്ത് കൊണ്ടുവരാം, ഈ മണ്ണിൽ ഈ കൃഷിക്കല്ല ഇത് ഉപയുക്തമാകുന്നത്, ഈ മണ്ണിൽ വേറൊരു കൃഷിക്കാണ് ഉപയുക്തമാകുന്നത്. ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നെല്ല് വിളയുന്ന മണ്ണാണ്, വേറെ ചിലയിടത്ത് കോതമ്പേ വിളയൂ, ഇവിടെ വേറൊന്ന് വിളയുന്ന മണ്ണാണ്. അങ്ങനെ മണ്ണിന് തക്കവണ്ണം വളരാൻ കൊള്ളാവുന്ന നല്ല ഇനം വിത്തുകൾ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് വന്നാൽ, ഇവിടെ ശല്യം ഉണ്ടായിട്ടില്ല, എനിക്ക് പറ്റിയിടത്തേക്കല്ല ദൈവം എന്നെ അയച്ചത്. കുഞ്ഞെ, ദൈവം അല്ല അയച്ചത്, അതുകൊണ്ട് പറ്റിപ്പോയതാ. കാര്യം ദൈവം എപ്പോഴയച്ചാലും നിനക്ക് ഏറ്റവും കൊള്ളാവുന്നിടത്തേക്കേ അയക്കത്തുള്ളൂ. ഇതിനേക്കാൾ നന്നായി പ്രയോജനപ്പെടാവുന്ന രണ്ടാമതൊരിടമില്ല. ചിലത് ജോലിക്ക് വേണ്ടി വന്ന് കയറിയേച്ച് പറയാറുണ്ട്, ഈ കമ്പനി എനിക്ക് ഒക്കുന്നതല്ല. കുഞ്ഞെ, ദൈവം അയച്ചതല്ല. അതുകൊണ്ടാണ് ദൈവം എവിടെയെങ്കിലും നട്ടാൽ ആ കുന്നിന് പ്രയോജനപ്പെടുന്ന, അവിടെ വളരുന്ന, അതിന് കൊള്ളാവുന്ന ഏറ്റവും ഫലവത്തായതാണ്. ഇന്നിതിനകത്തിരിക്കുന്നതിൽ ആർക്കെങ്കിലും എൻ്റെ ജോലി അത്ര ശരിയാകുന്നില്ല, ഇതെൻ്റെ കാഴ്ചപ്പാടിന് ഒത്തതല്ല എന്ന് തോന്നുന്നെങ്കിൽ രണ്ട് കാരണങ്ങളാകാം. ഒന്ന്, ശത്രു നിങ്ങളെ മറിച്ചു കളവാൻ ശ്രമിക്കുന്നതാകാം. എങ്കിൽ ഇന്ന് പകൽ ആ ശത്രുവിനെ ഞാൻ ശാസിച്ചിരിക്കും. ഇന്ന് പകൽ അതേ ആ ശത്രുവിനെ ശാസിക്കുന്നു. അത് മാറിപ്പോയേ മതിയാകുള്ളൂ. രണ്ട്, നിങ്ങൾ ഈ മണ്ണിൻ്റെ ഫലത്തിന് ഒത്തവണ്ണം വളരാത്തതാണെങ്കിൽ വളരുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ദൈവം നിങ്ങളെ വളർത്തിയെടുക്കും. ഏറ്റവും നല്ല ഇനം മുന്തിരിവള്ളി കൊണ്ട് നട്ടു. ആവട്ടെ, നടുവിൽ ഒരു ഗോപുരം പണിതു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഇത് പാസ്റ്റർ പി.ഡി. ജോൺസന്റെ മാത്രമായ ഒരു ആശയം, വേറെ ആരിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. ഓരോ സഭയിലും ഓരോ മുന്തിരിത്തോപ്പിലും ഓരോ ഗോപുരം എൻ്റെ ദൈവം പണിതിരിക്കും. ദൈവമാക്കിയ ഓരോ കുടുംബത്തിലും ഓരോ ഗോപുരം ദൈവം പണിതിരിക്കും. ഗോപുരത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഗോപുരം ഒരു മനോഹരതയെ കാണിക്കുന്നതാണ്. പണിയെടുക്കുന്ന യജമാനൻ്റെ അഭിമാനത്തെ കാണിക്കുന്നതാ. ഈ സഭയ്ക്ക് ഇതിൻ്റേതായ ഒരു അഭിമാനമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും ഭവനങ്ങൾക്ക് അതിൻ്റേതായ ഒരു അഭിമാനമുണ്ട്. കർത്താവേ, എന്നെക്കൊണ്ട് നട്ട മുന്തിരിത്തോട്ടത്തിൽ ഗോപുരമില്ല. നോ, ഗോപുരം ദൈവം വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെക്കൊണ്ട് ആക്കിയ ഇടം ഞാനവിടെ അങ്ങ് ഇരുന്നു പോന്നു. അതുകൊണ്ട് കർത്താവേ, എനിക്കൊരു നന്മയുമില്ല എന്ന് തോന്നുന്നവരാരെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവം നട്ടതാണോ അവിടെ ഒരു ഗോപുരമുണ്ട്. ഗോപുരം പണിതയാളിൻ്റെ പ്രശസ്തിയെ, മാന്യതയെ കാണിക്കുന്നതാണ്. ഗോപുരം കാര്യാലോചനകൾ നടക്കുന്ന ഇടമായിരുന്നു. ശത്രുവം ആക്രമിക്കാതെ വേണം സൈന്യത്തെ ഒരുക്കുന്ന ഇടമായിരുന്നു. ഗോപുരം പ്രമാണികൾ ഒരുമിച്ച് നിയമം പാസാക്കുന്ന ഇടമായിരുന്നു. ദൈവത്തിന് ഒരുപാട് ഗോപുരങ്ങൾ ഉണ്ട്. നേരെ മറിച്ച് പാതാള ഗോപുരങ്ങൾ ഈ ഗോപുരത്തെ ജയിക്കയില്ല. പോരാട്ടത്തിൻ്റെ മണ്ണിൽ നിൽക്കുന്ന ദൈവ പൈതലേ, ദൈവം തട്ടെടുത്തതായ ആ മുന്തിരിത്തോട്ടത്തിന് ഒരു ഗോപുരമുണ്ട്. എതിരെ നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. സാത്താന്യമായ ഒരു ഗോപുരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ പൈശാചിക ഗോപുരങ്ങളോട് പറയട്ടെ, നീ ജയിക്കയില്ല, നീ ജയിക്കയില്ല. ഇതിനകത്തിരിക്കുന്ന പലതിനെയും, ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന അനേകരെയും നട്ടത് നിത്യതയിലെ ദൈവത്തിന്റെ തൃക്കരമാകയാൽ, ഹേ പാതാള ഗോപുരമേ, ഈ ഗോപുരത്തെ നീ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു പണിയാണ് എൻ്റെ കർത്താവിനുള്ളത്. പിന്നെ ഒരു ചക്കും ഇട്ടു, ഒരു ചക്കും കുഴിച്ചിട്ടു. ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:33 വീണ്ടും കിടപ്പുണ്ട്, വായിക്കുന്നില്ല. കർത്താവ് യേശു പറയുന്നതാണ്, ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയാൽ ഒരു ചക്കും കുഴിച്ചിടും. പുതിയ നിയമത്തിൽ ഈ ചരിത്രം യേശു തൊടുന്നുണ്ട്. ഒരു ചക്കും കുഴിച്ചിട്ടു. ബേഥേലിൻ്റെ നടുവിൽ ബേഥേലിൻ്റെ ഒരു ചക്കുണ്ട്. ഞായറാഴ്ച രാവിലെ ആ ചക്കിലേക്ക് ആരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ട് ദൈവം ഇരിക്കുക.
പാസ്റ്റർ പി ഡി ജോൺസൺ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ട്. പലരും വന്ന് പറയും, എൻ്റെ കുറേ കാശുണ്ടായിരുന്നു, ഞാൻ അങ്ങേപ്പുറത്തെ ചക്കിൽ ഇട്ടേച്ചാ വന്നിരിക്കുന്നത്. എൻ്റെ കുറേ ഉണ്ടായിരുന്നു, ഞാൻ വേറൊരു ചക്കിൽ കളഞ്ഞേച്ചാ വന്നിരിക്കുന്നത്. നോ മോനെ, ഓരോ ദിവസവും ദൈവം നോക്കുന്നത് താങ്കളെ നട്ടയിടത്ത് താങ്കളുടെ ചക്കിലേക്ക് താങ്കൾ എന്തു കൊണ്ടുവന്നു. വേറൊരു ചക്കുണ്ടെങ്കിൽ അവിടേക്ക് ഇടുവാൻ ദൈവം അവിടെ ഒരാളിനെ നടട്ടെ. ദൈവം നട്ട ചക്കല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്തിട്ട് കാര്യമില്ല. എന്നെ ഏൽപ്പിച്ച ഒരു ചക്കുണ്ട്, ദൈവത്തിന് സ്തോത്രം. ചുരുക്കം ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നാർക്ക് ഒരുപാടുണ്ട്, നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വെളിയിലൊരാളിനെ നോക്കി കൊടുക്കുന്നതല്ല പറഞ്ഞത്, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ പറഞ്ഞെന്നിരിക്കട്ടെ, ഡാഡിക്ക് ആവശ്യം പോലെ ആഹാരമുണ്ട്, അതുകൊണ്ട് ഇനി ആഹാരം കൊടുത്തിട്ട് കാര്യമില്ല. ശരിയാ മോനെ, അത് വളരെ ശരിയാ. അതുകൊണ്ടല്ലേ മലയാളത്തിൽ പറയുന്നത് പല അനന്തരന്മാരുള്ള അമ്മാവൻ വെള്ളം കുടിക്കാതെ ചാവുമെന്ന്. കാര്യം ഇവരൊക്കെ പല ചക്കിലേക്ക് കൊടുക്കുന്നവരാണ്, സ്വന്തം ചക്കിൽ കൊടുക്കാൻ അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് വേറൊരാളുടെ ഉത്തരവാദിത്വമല്ലയോ. കൂടുതൽ മെമ്പേഴ്സ് ഉള്ള സഭ സാമ്പത്തികമായി സഫർ ചെയ്യണമെന്നുണ്ടോ, അത് ദൈവവും സഭയും കൂടെ തീർക്കട്ടെ, ദൈവവും എൻ്റെ മാതാപിതാക്കളും കൂടെ തീർക്കട്ടെ. എന്നെ ആക്കിയ ചക്കിലേക്ക്, എന്നെ ആക്കിയ ഇടത്തേക്ക് ഞാൻ കൊണ്ട് കൊടുത്തിരിക്കും. ഇന്നൊരു തീരുമാനം കൂടെ നമുക്കെടുക്കാം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ചക്കിലിടാനുള്ള ദൈവം തന്നില്ലെന്ന് വരും. കാര്യം കൊടുക്കുവാൻ എന്നെ ഏൽപ്പിച്ചത്, ചക്കിലേക്ക് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചത് ഞാൻ കൊണ്ട് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ ദൈവം തന്നെ എൻ്റെ റിസോഴ്സസ് കട്ട് ചെയ്തെന്ന് വരും. ഒരു ചക്കും കുഴിച്ചിട്ടു. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഞാൻ കയറുകയാണ്. തിരിച്ചു വരും. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഞാൻ കയറുകയാണ്. അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു പറയുന്നു, വായിക്കുന്നില്ല, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുക. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. ഇന്ന് എന്നെ ഗൗരവത്തിൽ നമുക്കത് പറയാമെന്നറിയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുത്തതല്ല, സംഗതി തിരിച്ചാ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാ. അത് നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമെങ്കിൽ, ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലും എൻ്റെ കർത്താവിന് എന്ത് സന്തോഷമാണെന്നറിയാമോ. താൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളെല്ലാം കൂടി ഇലക്ട് ചെയ്ത് എന്നെ ഇഞ്ഞു കൊണ്ടുവന്നത്. നോ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പിമ്പിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എന്നിൽ വസിക്കേണ്ടതിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പിതാവ് മറുപടി തരേണ്ടതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒടുവിൽ എന്നിൽ വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്തിരി വള്ളികളായി മാറേണ്ടതിന്, പോയി ഫലം കായ്ക്കേണ്ടതിന്. നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പോയി ഫലം കായ്ക്കേണ്ടതിനാ. എടാ പിശാചേ, ഞങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കയാൽ ഞങ്ങളുടെ അതിരുകൾ ചുരുക്കി ഇന്ന് പകൽ വിവിധ ഇടങ്ങളിൽ വാദിച്ചു നിൽക്കുന്ന ശത്രുവേ, മാറവിടുന്ന്. സഭ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യട്ടെ. ഞങ്ങൾ പോകും, ഫലം കായ്ക്കുമെന്ന്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നാം പോയി ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മെ ആക്കി വെച്ചെങ്കിൽ നമ്മുടെ അതിർത്തികളെ ചുരുക്കിക്കൊണ്ട്, വട്ടത്തിൽ വേലിക്കെട്ടുകൾ ഇട്ടുകൊണ്ട്, നിബന്ധനകളും നിയമങ്ങളും ഇട്ടുകൊണ്ട് പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുവാൻ, ഫലത്തെ ഇല്ലാതെയാക്കുവാൻ ഭാരതത്തിൻ്റെ മണ്ണിൽ ഇന്ന് ശ്രമിക്കുന്ന ശത്രുവിനെ ആത്മലോകത്തിൽ കയറി ഒന്ന് വെട്ടുവാൻ ഇന്ന് പകൽ ദൈവസഭ തയ്യാറാകട്ടെ. എല്ലാ ലെവലിൽ നോക്കിയാലും നമുക്കിത് കാണാൻ കഴിയും. വളരാതിരിക്കേണ്ടതിന് പിടിച്ചു കെട്ടുന്ന ഒരു കൂട്ടം ശക്തികൾ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയാൽ ആത്മാവിൻ്റെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടം വരെ അരുതെന്ന് പറയുന്ന ചിലത്, സുവിശേഷീകരണത്തിലേക്ക് ഇറങ്ങിയാൽ സുവിശേഷം പറയരുതെന്ന് പറയുന്ന ചിലത്, വേലിക്കെട്ടുകൾ ഇട്ടുകൊണ്ട് പോയി ഫലം കായ്ക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ചില ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ സഭയായി ഇന്ന് ഞങ്ങൾ ശാസിക്കുന്നു. ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഒരുപാടെണ്ണം ഒതുങ്ങിപ്പോയപ്പോൾ, ഹല്ലേലൂയ, ഒരുപാടെണ്ണം ഒതുങ്ങിപ്പോയപ്പോൾ ഒതുങ്ങാതെ നിൽക്കുവാനുള്ള കാരണം തിരുമേനി നമ്മുടെ കൂടെ ഉള്ളതാണ്. പോകുവീൻ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ. ഒതുങ്ങാതെ വണ്ണം മുന്നോട്ട് പോകുവാൻ, വേലിക്കെട്ടുകളിടുന്ന ശത്രുവിനെ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. അടുത്തെൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഞാൻ ചുമ്മാതിരിക്കുന്നത് കൊണ്ടല്ല, ഞാൻ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. യോഹന്നാൻ 15 പറയുന്നത് നാം പോയി ഫലം കായ്ക്കേണ്ടതിനാണ്. റോമാലേഖനം 7:4 ഫലം കായ്ക്കേണ്ടതിന് നമ്മൾ എന്തു വേണം? മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ മറ്റൊരുത്തൻ്റെ വകയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. തുടർന്ന് നാം ഫലം കായ്ക്കും. ഇത് ഒത്തിരി നാളായി ഞാൻ ബഥേൽ ചർച്ചിൽ തൊട്ടിട്ട്, പക്ഷേ ഇവിടെ നേരത്തെ തൊട്ടുകൊണ്ടിരുന്നതാണ്.
റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തോട് ഉപമിച്ചാണ് ഈ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹം പറഞ്ഞു, വിവാഹിതയായ ഒരു പെൺകുട്ടി ഭർത്തൃന്യായപ്രമാണത്താൽ തൻ്റെ ഭർത്താവിൻ്റെ ഹിതം ചെയ്യുവാൻ ഭർത്താവിനോട് ഒട്ടിച്ചേർന്നു. അവൾക്കവിടെ സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ ഒക്കത്തില്ല. ന്യായപ്രമാണ പ്രകാരം, ദൈവവചന പ്രകാരം അവൾ തൻ്റെ ഭർത്താവിനെ അനുസരിച്ചേ മതിയാകൂ. അദ്ദേഹം പറയുന്നത് ചെയ്തേ പറ്റൂ. പക്ഷേ ഇവൾക്കതിന് താല്പര്യമില്ലെങ്കിൽ എന്തു വേണം? ഒന്നുകിൽ അവൾ മരിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കണം. കാരണം മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ഭാര്യയും ഭർത്താവുമായിരിക്കുമെന്ന പ്രമാണത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരാളിനെ മരണം വേർതിരിക്കുന്നത് വരെ ആ ഭർത്താവിനോട് ഈ ഭാര്യ ഭർത്തൃന്യായപ്രമാണത്താൽ സംയോജിക്കപ്പെട്ട് അടിമയായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗമുണ്ട്. നിങ്ങൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ, ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ന്യായപ്രമാണം തീർന്നു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ മറ്റൊരുത്തൻ്റെ വകയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ, അത് യേശുവിൻ്റെ കാര്യമാണ്, ഞാൻ യേശുവിൻ്റെ വകയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ പഴയ ഭർത്താവിന് പിന്നെ നിൻ്റെ മേൽ അവകാശമില്ല. ആ പദം ഞാൻ ഇച്ചിരൂടെ ഗൗരവത്തിൽ തൊട്ടോട്ടെ, കാര്യം അതിനകത്തൊരു വ്യാഖ്യാന പെശ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പാപമെന്ന പഴയ ഭർത്താവ് എനിക്കുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്. കാര്യം ആ പുള്ളി പറയുന്നതൊക്കെ നമ്മൾ കേട്ടേ പറ്റൂ. ജഡസ്വഭാവമെന്ന ഒരു പഴയ ഭർത്താവുണ്ട്, ആ പുള്ളി പറയുന്നതൊക്കെ കേട്ടേ പറ്റൂ. അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണമെന്നൊരു തോന്നൽ. ആ പഴയ പുള്ളി പറയും, പാടില്ല, നിനക്കതൊരിക്കലും സാധ്യമല്ല, നീ അതിന് പോകാൻ പാടില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ പലതും എൻ്റെ പഴയ ഭർത്താവാകയാൽ മുന്നോട്ട് പോകുവാൻ ഫലം കായ്ക്കാൻ അനുവദിക്കാതെ വരുമ്പോൾ എനിക്കൊന്ന് പറയുവാൻ കഴിയും, ഞാൻ പാപത്തിന് മരിക്കുന്നു, കഴിഞ്ഞു. ഞാൻ ജഡത്തിന് മരിക്കുന്നു, തീർന്നു. ഞാൻ കൺമോഹത്തിന് മരിക്കുന്നു, തീർന്നു. ആ പുള്ളിക്ക് ഞാൻ മരിച്ചു. ഇനി ഞാൻ ഉയർക്കുന്നത് ചത്തുപോയ ആർക്കു വേണ്ടി ചത്തോ അവന് വേണ്ടി തിരിച്ചുയർക്കയല്ല, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന മറ്റൊരുത്തനു വേണ്ടി, യേശുവിന് വേണ്ടി ഞാൻ തിരികെ ഉയർക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തെ സൽപ്രവൃത്തികളാൽ പ്രസാദിപ്പിക്കും. പലയിടത്തും സൽപ്രവൃത്തികൾ നടക്കാതെ വരുവാനുള്ള കാര്യം എൻ്റെ മേൽ അടിമത്വം നടത്തുന്നതായ, എന്നെ അടിമയാക്കി വെക്കുന്നതായ ആ പഴയ പുള്ളി ഉണ്ടല്ലോ. എൻ്റെ ശരീരം, ജഡം പാപത്തിന് മരിച്ചു, ഞാൻ ഉയർത്തത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന് വേണ്ടിയാകയാൽ ഞാൻ ധാരാളം നീതി ഫലം കായ്ക്കും എന്ന് പറയുന്നത് കാണാം. കൊലോസ്യർ 1:10 പൂർണ്ണപ്രസാദത്തിനായി ആത്മാവിൻ്റെ ഫലം കായ്പാൻ ആവശ്യപ്പെടുന്നു. പൂർണ്ണപ്രസാദത്തിനായി ദൈവം പ്രസാദിക്കുന്ന ചിലതുണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞു 30 മേനി, 60 മേനി, 100 മേനി, വ്യത്യസ്ത രീതിയിൽ ഫലം കൊടുക്കാം. ഇവിടെ പറഞ്ഞു 30%, എൻ്റെ ഭാഷയിൽ 30%, 60%, 100% എന്ന് തിരിച്ചാൽ പൂർണ്ണപ്രസാദത്തിനായി 100% ഫലത്തിനായി എൻ്റെ ജീവിതം മരിച്ചുയർത്ത മറ്റൊരുവനായി ഇരിക്കണം. ഞാൻ ആ ദൈവത്തെ മാത്രമേ അനുസരിച്ച് നടക്കത്തുള്ളൂ. എനിക്ക് പൂർണ്ണപ്രസാദം ലഭിക്കേണ്ടതിന് ഞാൻ ആത്മാവിൻ്റെ ഫലം കായ്ക്കാൻ പോകുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4:20 ഈ 100, 60, 30 പരിപാടി എൻ്റെ യേശു പറയുന്നത്. ഇനിയും കൃഷി വിട്ടേച്ച് യേശു പറയുന്ന വേറൊരാശയം നോക്കാം. നമ്മുടെ കർത്താവായ യേശു വേറൊരു സമയത്ത് പറഞ്ഞു, ഒരു യജമാനൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരേണ്ടതിന് ദൂരദേശത്തേക്ക് യാത്രയാകുമ്പോൾ 1-2 ആഴ്ചകൾക്ക് മുന്നമേ നമ്മളതിവിടെ തൊട്ടിരുന്നു, തൻ്റെ ഭൃത്യന്മാർക്ക് തൻ്റെ വെള്ളി പകുത്തു കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ഒറ്റത്താലന്ത് ലഭിച്ച പുള്ളിക്കാരൻ പറഞ്ഞു, ഒന്നിനും കേടുവരുത്താതെ ഞാൻ തൻ്റെ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നോ, നീ അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. മണ്ണിലിടേണ്ട വിത്ത് മണ്ണിലിടേണം, നാണ്യപീഠത്തിൽ ഏൽപ്പിക്കേണ്ട വെള്ളി നാണ്യപീഠത്തിൽ ഏൽപ്പിക്കണം. ഞാൻ വന്ന് എൻ്റേത് പലിശ സഹിതം, ലാഭം സഹിതം വാങ്ങുമായിരുന്നു. ഒളിച്ചു വെക്കുവാൻ നമുക്ക് റൈറ്റില്ല. കൃഷി ചെയ്യേണ്ടത് ചെയ്തു, വ്യാപാരം ചെയ്യേണ്ടത് ചെയ്തു. വിഭിന്ന മണ്ഡലങ്ങളിൽ എന്തെങ്കിലും ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ച ദൈവ പൈതലേ, നമ്മെ വയലിലാക്കിയെങ്കിൽ ആ വയലിൽ നിന്ന് ചിലത് ചെയ്തെടുക്കുവാൻ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. എന്നാൽ ഈ വയലിനെ നശിപ്പിക്കുന്ന അനേക ശക്തികളുണ്ട്. ഈ വയലിനെ നശിപ്പിക്കുന്ന അനേക ശക്തികളുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. നമ്മളത് വിശദീകരിക്കത്തില്ല, എളുപ്പം എടുത്തങ്ങ് പോകും. അനേകം ഇടിയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു.
അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യമായി തീർന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു. എൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടത്തെ ശൂന്യമാക്കി. ആ മുന്തിരിത്തോട്ടങ്ങൾ എന്നോട് കംപ്ലൈൻറ്റ് പറയുകയാ. എൻ്റെ ചെവിക്ക് കേൾക്കത്തക്കതുപോലെ 100 ആളുകളുടെ കരച്ചിലിൻ്റെ പദം കേട്ടിട്ടുണ്ട്. ഒരു കൊള്ളാവുന്ന ദൈവിക ദൂതോ ഒരു കൊള്ളാവുന്ന ആരാധനയോ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങളുടെ സഭ അതിന് പേരുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമോ ഒരു ഭൂതശാന്തി ഞങ്ങൾ കണ്ടിട്ട് വർഷങ്ങളായി. ഒരു രോഗശാന്തി ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു ദുർഭൂതം ഇളകുമെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ലെന്ന് പറയുന്നവർ ഒരുപാട് പേര് ആത്മമണ്ഡലത്തിലായി. കാര്യം കാണാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവസരം കിട്ടിയിട്ടില്ല. എന്നാ പറ്റി? അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ചു. ഒന്നുകൂടെ വായിച്ചാട്ട് അതേ പദം. അനേകം ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും. ഈ ഇടയനും മുന്തിരിത്തോട്ടവും തമ്മിൽ എന്നാ ബന്ധം? അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു. ഇത് 2016 അടങ്ങുന്ന ഈ കാലഘട്ടത്തിലെ പുതിയ നിയമസഭയിൽ പറയാൻ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്ത്? ഇടയനാര്? മുന്തിരിത്തോട്ടക്കാരനാര്? ഇടയൻ ആട് തീറ്റുന്നവനും മുന്തിരിത്തോട്ടക്കാരൻ മുന്തിരിത്തോട്ടം നോക്കുന്നവനുമാണ്. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞ അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു. ദൈവസഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ ദൈവം അയച്ച ഇടയനാണ്. ദൈവം അയക്കാതെ വരുന്നവർ ഒരുപാട് പേര് ആത്മലോകത്തിലുണ്ട്. പണ്ട് നമ്മൾ ഉദ്ധരിച്ചു വന്നതുപോലെ 1-2 പേര് പറഞ്ഞ വാചകങ്ങൾ പറയാറുണ്ടായിരുന്നു. സെൽഫ് സ്റ്റൈൽഡ്, SS എന്ന് പറയാറുണ്ട്. പണ്ട് ഈ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബംഗ്ലാദേശിലുള്ള മുക്തിവാഹിനികളുമായി യുദ്ധം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുമായി ഏറ്റുമുട്ടുന്ന ഒരു മാന്യ സഹോദരൻ നമ്മുടെ ചർച്ചിലുണ്ടായിരുന്നു, ഒരു കമാൻഡർ. അദ്ദേഹത്തിനോട് എപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ പറയുന്ന വാചകമായിരുന്നു, പാസ്റ്ററെ, പ്രേ ഫോർ മൈ ട്രൂപ്പ് ആൻഡ് ദെൻ ഫോർ മീ. പ്രേ ഫോർ മൈ ട്രൂപ്പ് ആൻഡ് ദെൻ പ്രേ ഫോർ മീ. എൻ്റെ ട്രൂപ്പിലുള്ളവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം, കാര്യം എൻ്റെ ഏറ്റവും വലിയ കാര്യം അവരാ, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പലപ്പോഴും പറയുമ്പോൾ വി ഹാവ് ഗോട്ട് 2 SS കേണൽസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പിടിയില്ല. SS കേണൽസ് ആൻഡ് SS മേജേഴ്സ്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, സാറേ എന്തോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? സെൽഫ് സ്റ്റൈൽഡ്. ആരും കേണലാക്കിയതല്ല, അവൻ അല്ലതാനും. സ്വയം അങ്ങ് പറയുക സെൽഫ് സ്റ്റൈൽഡ്, സ്വയം വിളിക്കുക സെൽഫ് സ്റ്റൈൽഡ്. അനേക ഇടയന്മാർ സെൽഫ് സ്റ്റൈൽഡാണ്. പക്ഷേ അവരൊരിക്കലും ദൈവത്തിന് വേണ്ടി പോരാടുവാൻ വരുന്നവരല്ല. ബൈബിൾ പറയുന്നു അവർ സ്വന്തം വയറിനെയാണ് പോറ്റുന്നത്. നമ്മിൽ ആരും അങ്ങനെ അധമരായി പോകാതെ ദൈവത്താൽ നിയമിതരാകാൻ ശ്രമിക്കാം. ദൈവം വേലക്കാരെ തപ്പി നടക്കുക. ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാർ ദൈവത്തിന് വേണം. തൃക്കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവരെ ദൈവം ആക്കും. പക്ഷേ അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ചു. ദൈവത്തിൻ്റെ തിരുസഭയെ ദൈവിക തോട്ടമായി കർത്താവ് കാണുന്നിടത്തോളം എൻ്റെ മുന്തിരിത്തോട്ടം എന്ന് കർത്താവ് അതിനെക്കുറിച്ച് പറയാറുണ്ട്. അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു. വായിച്ചാട്ടെ. എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും. അവരെൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും. എൻ്റെ ജനം, എൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമഭാഷയിലേക്ക് യേശു ബൈബിൾ പഴയ നിയമത്തിൽ തന്നെ എടുത്തു ചാടുകയാണ്. അവരെൻ്റെ ഓഹരിയെ ചവിട്ടി. ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഓഹരിയെ ഒന്ന് മറക്കരുത്. പലരിതിനെ ചവിട്ടിക്കളഞ്ഞു. അവരുടെ ലാഭ ഇച്ഛകൾക്ക് വേണ്ടി, സ്വന്തം വയറിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സർട്ടൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസഭയെ ചവിട്ടിക്കളയുന്ന ഒരു വിഭാഗത്തെ കണ്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ മുന്തിരിത്തോട്ടം ഫലം കൊടുക്കാതെ ഇരിക്കുന്നു. മിഥ്യയായ ചിലതിൻ്റെ മേൽ നിൽക്കുകയാണ്. ലോകത്തിൽ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ നഷ്ടമാകുമ്പോൾ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, നമ്മിൽ ചിലർ പറയുമോ, ഞാൻ എൻ്റെ യജമാനന് വേണ്ടി ഫലം കായ്ക്കാൻ പോകുകയാണ്. ദൈവമേ, ഇവർ ഫലം കായ്ക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെൻ്റെ ചവിട്ടിക്കളയുന്നു. പിന്നെ എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ മനോഹരമായ ഓഹരിയെ ഇവരെത്ര പ്രയോജനപ്പെടേണ്ടവരാണെന്നറിയാമോ? ശൂന്യമായ മരുഭൂമി പോലെ ഇവരിതിനെ ആക്കുകയാണ്. ആത്മാക്കളെ നേടുവാൻ കഴിയാത്തവരായി, വളർച്ചയില്ലാത്തവരായി, പ്രയോജനപ്പെടാത്തവരായി അനേക സഭകളിൽ ദൈവിക അവകാശങ്ങൾ ശൂന്യമായി കിടക്കുമ്പോൾ കണ്ണുള്ളവൻ നിലവിളിക്കട്ടെ. കണ്ണീരൊഴുകേണ്ട സമയമാണ്. കർത്താവേ, അനേക ഇടയന്മാർ എൻ്റെ ആട്ടിൻകൂട്ടത്തെ, എൻ്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ചതിനാൽ ഫലം കൊടുക്കുവാൻ കഴിയാതെ എൻ്റെ മനോഹരമായത് തൻ്റെ ശൂന്യമായി മാറുന്നു. ദൈവം
ഇടയന്മാരെ മാത്രമേ ന്യായം വിധിക്കത്തുള്ളൂ? ഒന്നുമല്ല. ഇന്ന് അങ്ങോട്ട് പാണിനിക്ക് ഒക്കാത്ത കൊണ്ട് അങ്ങോട്ട് കയറുന്നില്ലെന്ന് മാത്രം. ഞാൻ ആടിനും ഇടയിൽ ന്യായം വിധിക്കും. ഭയങ്കരമാണ്. ഞാൻ ആടിനും ഇടയിൽ ന്യായം വിധിക്കും. എന്തു പറ്റി? അതിൽ പുഷ്ടിയുള്ളത് തീറ്റി മുഴുവനും തിന്ന ശേഷം അതിൻ്റെ പുറകെ വരുന്നത് തിന്നാതിരിക്കുവാൻ കാലുകൊണ്ട് മാന്തി മണ്ണ് ആ പുറകെ വരുന്നതിന് തിന്നാതെ വണ്ണം പുല്ലിൻ്റെ മേലിടുന്നു. അത് പാർശ്വം കൊണ്ട് കൂടെ നടക്കുന്ന ആടിനെ വെളിയിലേക്ക് തള്ളി മാറ്റുന്നു. ഇന്നടത്തേക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയായിരുന്നു, പോയി. എന്നിട്ട് പോകാത്ത നിങ്ങൾ ഭാഗ്യവാന്മാർ. എടാ, നീ പോയി തിന്നേച്ച് വരിക, ഞാൻ തിന്നാതിരിക്കാൻ മണ്ണ് വാരി ഇടുക അല്ലേ? സ്വർഗത്തിലെ ദൈവം തൊട്ടിരിക്കും. യൂട്യൂബ് ഓൺ ചെയ്യാൻ ആരും നിർബന്ധിച്ചിട്ടല്ലല്ലോ ആത്മീയനെ ശ്രദ്ധിച്ചത്. അവരുടെ വെബ്സൈറ്റിൽ കയറാൻ ആരും പറഞ്ഞിട്ടല്ലല്ലോ ആത്മീയൻ്റെ വെബ്സൈറ്റിൽ കയറിയത്. കയറി അടുത്ത 10 ആഴ്ചത്തേക്കുള്ളത് കുറിച്ച് വെച്ചേച്ച് തെറ്റാന്ന് പറയല്ലേ? ഈ വാക്കുകൾക്ക് ഗൗരവമുണ്ട്, ദൈവാത്മാവ് തോടുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അടുത്ത 10 മെസ്സേജ് നിനക്കൊന്നും ഇല്ലാത്തയിടത്ത് കുറിച്ച് അതിനകത്തൊന്ന് വെച്ചേക്ക്. അല്ലെങ്കിൽ നിന്റെ പത്രത്തിൽ എഴുതാൻ ലേഖനങ്ങൾ ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മേൽ മണ്ണ് മാന്തി ഇടുമെങ്കിൽ ഞാൻ ആടിനും ഇടയിൽ ന്യായം വിധിക്കും. ഞാൻ ആടിനും ഇടയിൽ താങ്കളുടെ കാര്യമാണിത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവരെ ന്യായം വിധിക്കും. കാര്യം, എനിക്കെൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം വേണം, എനിക്കെൻ്റെ ആടുകൾ പുഷ്ടിയുള്ളവരാകണം. 2, പുഷ്ടിയുള്ള ചിലത് ആടുകളുടെ കൂടെ നടന്ന ശേഷം പാർശ്വം കൊണ്ട് അവരെ തള്ളി പുറത്താക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡിഫൻസിൽ ജോലി ചെയ്യുന്ന കാലം ചിലരുടെ പ്രീതി സമ്പാദിക്കേണ്ടതിന് അവരോട് ചേർന്ന് മദ്യപിക്കണം എന്നൊരാശയം ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് നടക്കുന്ന കാര്യമല്ല, ഞാൻ ബന്ധുക്കോസുകാരനാ, അതിന് യാതൊരു സംശയമില്ല. ഇപ്പം വേറൊരാൾ പറഞ്ഞു, നീ മദ്യപിക്കണ്ട, കൊക്കക്കോള കുടിച്ചാൽ മതി. അവരുടെ കൂടെ വന്നിരിക്കുക, അവർക്കൊക്കെ മദ്യം കൊടുക്കുമ്പോൾ നിനക്ക് കൊക്കക്കോള തരാം, ഞാൻ തന്നോളാം. അരമിനിറ്റ് ആലോചിച്ച് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു, മദ്യപന്മാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കരുത് എന്നുള്ള വചനം തിരുത്തുന്നത് വരെ എവറീസ് വരത്തില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, താനാടോ കറക്റ്റ്, താൻ പറഞ്ഞ് ശരിയാ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് അറിയാത്ത ഒരു സ്നേഹം ഉണ്ടായി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങേരനോട് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞാലും കടുംപിടുത്തം പിടിച്ചവരാരും നിലവിലില്ല. അപ്പം ഞാൻ രണ്ടാമത് ആലോചിച്ച് നോക്കി, അതും ശരിയാ, പുള്ളി എൻ്റെ ആളല്ലേ, അപ്പോൾ പുള്ളി വരുന്നത് ശരിയാ. ഇടയ്ക്ക് കൊക്കക്കോള നമ്മൾ കുടിക്കുന്നവരുമാണ്. അതെ, കിട്ടുമ്പോൾ ഒക്കെ ഞാൻ കുടിക്കുന്ന അന്ന് അവിടെ നിന്ന് കുടിച്ചാൽ തകരാറിനാ. ഇതെന്നെ പരിപാടി എന്നറിയാമോ? കൂടെ നടന്ന് പാർശ്വം കൊണ്ട് ഇവൻ എന്നെ തള്ളുക, ദൈവിക പരിധിയുടെ വെളിയിലേക്ക് ഇവൻ എന്നെ എടുക്കുക. ബലമുള്ള ആടെ പലതിനും ഒത്താശ പറഞ്ഞു കൊടുത്ത്, ഇത് ആരാണ്ടോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുക, ആരാണ്ടോടൊക്കെ ഒത്താശ പറഞ്ഞു കൊടുത്ത് ദൈവപ്രമാണത്തിൻ്റെ വെളിയിൽ ചാടിക്കുന്ന താങ്കളുടെ കാര്യമാണ്. ഞാൻ ആടിനും ഇടയിൽ ന്യായം വിധിക്കും. ഒരു കൂട്ടം ഇടയന്മാർ എൻ്റെ ആടുകളെ നശിപ്പിക്കുന്നു. അവർക്ക് തീറ്റിക്ക് വല്ലതും ലഭിക്കേണ്ടതിന് അവർ ദൂത് പറയുന്നു. അവർ സകലരെയും നന്നാക്കിയെടുക്കാൻ നോക്കുകയാ. അവർ സകലരോടും നന്മ തന്നെ പറയുന്നു. ഞാൻ ഒരുവന് നേരെ ന്യായവിധി പറഞ്ഞാൽ അവനെ ഭയപ്പെടുത്താതെ വണ്ണം നിങ്ങൾ അവനോട് ആലോചന പറഞ്ഞവനെ സഹായിക്കുകയാണ്. ഞാൻ ഒരുവനോട് അകന്നു നിൽക്കാൻ പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെടാതെ വണ്ണം നീ അവനോട് സഹകരിച്ച് കാണിക്കുകയാ. ഞാൻ ഇടയനും ആടിനും ദൈവം ഒരു തോട്ടം നട്ടുണ്ടാക്കുമ്പോൾ തന്നെ ഓരോ വൃക്ഷത്തിൻ്റെ ചുവട്ടിലും ഓരോ കോടാലിയും കൂടെ വെച്ചിട്ടുണ്ടെന്ന് അങ്ങ് ചിന്തിച്ചോളാൻ. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഓരോ വൃക്ഷം നടുമ്പോൾ അതാത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഓരോ കോടാലിയും കൂടെ വെച്ചിട്ടുണ്ടെന്ന് അങ്ങ് ചിന്തിച്ചോ. കാര്യം, വൃക്ഷം വെട്ടണമെന്ന് തോന്നിയാൽ പിന്നെ കോടാലി തപ്പി നടക്കാൻ നേരമില്ല. ഏത് കുടുംബത്തിലും അതിനെ നശിപ്പിക്കാനൊരു കോടാലി അകത്ത് വിട്ടേക്കും. ഏത് സഭയിലും, ബഥേലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, അതിനെ നശിപ്പിക്കാനുള്ള കോടാലി അതിനകത്തുണ്ട്. എന്നെ നശിപ്പിക്കാനുള്ള കോടാലി എൻ്റെ അകത്തുണ്ട്. എൻ്റെ നാക്കായിരിക്കാം, എൻ്റെ വാക്കായിരിക്കാം, എൻ്റെ കൊടുക്കവാങ്ങലാകാം, എൻ്റെ ബലഹീന വശങ്ങളിൽ ഒന്നാകാം. എന്നെ വെട്ടാനുള്ള കോടാലി എൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നല്ല ഫലം കായ്ക്കുന്നില്ലെന്ന് തോന്നിയാൽ, ഫലം കായ്ക്കുന്നില്ലെന്നല്ല, ഒരുപാട് ഫലമുണ്ടെങ്കിലും നല്ല ഫലമല്ല കായ്ക്കുന്നത് എന്ന് തോന്നിയാൽ അന്നേരം വെട്ടാൻ. അങ്ങനെ മത്തായിയുടെ സുവിശേഷം 3:10 നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും
വെട്ടി തീയിലിട്ട് കളയും. ഇനി ഞാൻ മറ്റൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു ആശയത്തിലേക്ക് വരികയാണ്. പക്ഷേ ഒരിക്കലൊരു യജമാനൻ തൻ്റെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ തൻ്റെ തോട്ടക്കാരൻ്റെ അടുക്കൽ വെച്ച് ഒരു വൃക്ഷം നോക്കി. ഇതുവരെ ഞാൻ പറഞ്ഞ ആശയങ്ങൾക്കൊരല്പം വിപരീതമാണ് ഈ ആശയമെന്ന് എനിക്കറിയാം. തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. തൻ്റെ തോട്ടത്തിലൂടെ തന്നെ ഇറങ്ങി നടക്കുക. ഒരു വൃക്ഷം നല്ല മണ്ണിൽ നിൽക്കുന്നു, നല്ല മണ്ണിൽ. പക്ഷെ ഒരു ഫലവുമില്ല, നല്ല ഫലവുമില്ല, അഴുക്ക് ഫലവുമില്ല, ഒരു ഫലവുമില്ല. ഫലം കഴിക്കാതെ നിൽക്കുന്ന ഒരു വൃക്ഷം കണ്ടു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ ഫലം തപ്പി ഇതേ വന്ന് നോക്കിയതാണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്കും കഴിഞ്ഞ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലും ഞാൻ നോക്കിയതാണ്. അതിൻ്റെ മുമ്പിലത്തെ വർഷം നോക്കിയതാ. ഈ 3 വർഷം നോക്കിയിട്ടും ഇതിലെങ്ങും ഫലമില്ല. ഒരു കാര്യം ചെയ്, ആ കോടാലി ഇഞ്ഞ് എടുത്തോ, ഇതങ്ങ് വെട്ടിയേക്ക്. ഇനി ഇത് നിന്നിട്ടൊരർത്ഥവുമില്ല. അന്നേരത്തെ തോട്ടത്തിൻ്റെ ശുശ്രൂഷിപ്പുകാരൻ യജമാനനോട് തിരിച്ചു പറയുന്നൊരു പദമുണ്ട്. യജമാനൻ ഇത് നിൽക്കുന്നത് അങ്ങയുടെ തോട്ടത്തിൻ്റെ അകത്താ. തോട്ടത്തിൻ്റെ വെളിയിൽ നിൽക്കുന്നതായിരുന്നെങ്കിൽ വെട്ടിയേനെ. എന്ത് വെട്ടാഞ്ഞത്? അഭയയാതന കഴിക്കാൻ ആ രണ്ടും ഉണ്ടായിരുന്നു. എന്ത് പൊത്തിക്കളയാഞ്ഞത്? ഇത് എന്താ? ഐ ഡോണ്ട് നോ. ഇന്ന് പകൽ എൻ്റെ ശ്രദ്ധയിൽ എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വാണിങ്ങായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം വെട്ടേണ്ട സമയം കഴിഞ്ഞു. ദൈവം ഇതൊന്നും കാണുന്നില്ല മോനെ, കാണുന്നുണ്ട്. പക്ഷേ രാവും പകലും അഭയാതന ചെയ്തുകൊണ്ട് മധ്യസ്ഥത നിൽക്കുന്ന പ്രയർ ടവറുകാർ, പ്രാർത്ഥനാ വീരന്മാർ, ലേഡീസ് വിങ്, മെൻസ് വിങ്, രാത്രി പ്രാർത്ഥിക്കുന്നവർ, പകൽ പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെ അനേകർ മധ്യസ്ഥത ചെയ്യുന്നതിനാൽ ഇന്നും വെട്ടാതിരിക്കുക. എന്താ വെളിയിലുള്ളത് വെട്ടുമ്പോൾ ഇത് വെട്ടാത്തതിൻ്റെ കാര്യം അരുതേ യജമാനനെ എന്ന് വാദിക്കുവാൻ ഒരു തോട്ടക്കാരനുള്ളതാ. ഇന്ന് പകൽ ദൈവിക കടമകൾ നിർവഹിക്കുന്നവരെ നമുക്ക് ഇനിയും അഭയാതന ചെയ്യാം. വെട്ടരുതേ കർത്താവേ, വെട്ടരുതേ ദൈവമേ, 1 വർഷം കൂടെ സമയം കൊടുക്കണമേ. പക്ഷേ ഈ 1 വർഷം കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഇതിന് ചുറ്റും ഒന്നുകൂടെ കിളയ്ക്കും. ഓ ഗോഡ്, ഇന്ന് പകൽ നമ്മി ചിലർ അത് പറയാമോ? ഫലം കൊടുക്കാതെ നടക്കുന്ന ചിലതിനെ അറിയാം. ഞാൻ അവർക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാ. വെറും പറമ്പിലായിരുന്നെങ്കിൽ നടക്കത്തില്ല, ഇവിടെ കിളയ്ക്കാം. കാര്യം ഇതിൻ്റെ വട്ടത്തിലങ്ങ് മുള്ളുവേലി ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ വട്ടത്തിലങ്ങ് വേലി കെട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്കിതിനകത്ത് കിളയ്ക്കാൻ കഴിയും. ഇന്നത്തെ മെസ്സേജ് ചിലതിൻ്റെ വട്ടം കിളയ്ക്കുക. നശിക്കേണ്ടതിനല്ല, ഉണങ്ങേണ്ടതിനല്ല, ഫലം കഴിക്കേണ്ടതിന്. കർത്താവേ 1 വർഷം കൂടെ തരണേ, ഞാൻ ഇതിൻ്റെ വട്ടം ഒന്നുകൂടെ കിളയ്ക്കാം. ഇത് സഭയുടെ അകത്ത് നിൽക്കുന്നതാ. വെളിയിൽ നിൽക്കുന്നതായിരുന്ന വെട്ടിയനെ. ഇവനെ പോലുള്ള പലതും പോയി, ഇവളെ പോലുള്ള പലതും പോയി. എന്നാൽ ഇത് നിൽക്കാനുള്ള കാരണം, ഇത് നിൽക്കുന്നത് അങ്ങയുടെ തോട്ടത്തിനകത്താ. ഞാനിവിടെ അധ്വാനിക്കുവാൻ, ഇവിടെ വേല ചെയ്യുവാൻ ദൈവം എന്നെ ഇവിടെ ആക്കിയ സ്ഥിതിക്ക് ദൈവമേ വെട്ടിക്കളയരുതേ. 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ ഇതിൻ്റെ വട്ടത്തിൽ ഒന്നുകൂടെ കിളയ്ക്കാം, ഞാൻ ഇതിന് ഒന്നുകൂടെ വെള്ളമൊഴിക്കാം, ഞാൻ ഇതിന് ഒന്നുകൂടെ വളമിടാം. തവേ ഒരു ഉപവാസ പ്രാർത്ഥന കൂടെ കിട്ടാവുന്നതിലെ ഏറ്റവും ശക്തന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ടുവരാം. ഏറ്റവും നല്ല വളം കഴിവുള്ളിടത്തോളം ഇവർക്ക് കൊടുക്കാം. വലിയ ആത്മിക സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതിന് നല്ല നീരൊഴുക്കുകൾ പകരുമാറ്. ഇവിടെ പിന്നെയും ഉപവാസ പ്രാർത്ഥനകളാകാം, മെസ്സേജുകളാകാം. ഞാൻ വട്ടത്തിൽ ഒന്നുകൂടെ കിളയ്ക്കാം. ബഥേലി സമർപ്പണത്തോടെയാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഹൃദയത്തിന് വളരെ ഭാരമുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പലയിടങ്ങളിലും സുവിശേഷം പറയുവാൻ സാധ്യമല്ല. ഇന്നലെ ഒരാളിനോട് സന്ദർഭവശാൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇൻഫർമേഷൻ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വളരെ അടുത്തുള്ള ചില സ്ഥലങ്ങളിൽ, കർണാടകത്തിൻ്റെ വെളിയിൽ, നമ്മുടെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിൽ, അവിടെയൊക്കെയാണ് ഉണർവിൻ്റെ സ്ഥലങ്ങൾ. ചില ഗ്രാമങ്ങളിലൂടെ ബൈബിളുമായി നടക്കാൻ പോയാൽ തിരിച്ചു വന്നെന്ന് വരത്തില്ല. ഇത് കട്ടിയാ. ഞാൻ ഒരിക്കൽ ഭാരതത്തിൻ്റെ വെളിയിലൊരു സ്ഥലത്ത് മിടുക്കനായി ബൈബിളും എടുത്ത് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയപ്പോൾ ആൾ ചോദിച്ചു, എങ്ങോട്ടാ? ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. തിരിച്ചു വരികയില്ല. ഈ പൊത്ത ഒരു ബാഗിനകത്ത് ഇട്ടുകൊണ്ടേ കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ, ഇത് കൈ കൊടുത്തോണ്ട് പോകാനൊക്കെയല്ല. എനിക്ക് നേരത്തെ അറിയാമായിരുന്നേലും ഓർത്തില്ല. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ പിന്നെ എങ്ങനെ, അതിന് ഈ ബാഗിലോട്ട് ഇട്ടേക്ക് അത് തന്നെ.
അവിടെ ചെല്ലുമ്പോൾ എടുത്തു തരാം. പുറത്തിത് കാണിക്കാൻ പറ്റുകയില്ല. ഈ ബാംഗ്ലൂരിൻ്റെ ചില ഭാഗങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. എന്ന കർത്താവേ, ഇതിൻ്റെ എല്ലാം നടുവിൽ തിരുവചനം എടുത്തു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. ചിലയിടങ്ങളിൽ ഇത് മിണ്ടാനൊക്കത്തില്ല. ചിലയിടത്ത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ തല്ലാൻ വരും, ദൈവം ഇല്ലെന്ന് പറയുന്നതാണ് അവർക്കിഷ്ടം. ചിലയിടങ്ങളിൽ ഇത് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് പെന്തിക്കോസുകാരുടെ ഉപദേശമാണ്, നിങ്ങളതിന് പോകാൻ പാടില്ല. വേറെ ചിലയിടത്ത് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം, മറ്റേ ബഥേലുകാരുടെ ശൈലിയാ. ഇന്ന് പകൽ പലയിടങ്ങളിൽ വളരാൻ കഴിയാതെ അനേകതിനെ ഞെക്കിഞ്ഞരിക്കുമ്പോൾ, ദൈവമേ, ഫലം കായ്ക്കാതെ ജനം മാറുമ്പോൾ, ഭാരതം മുരടിച്ചു നിൽക്കുമ്പോൾ എനിക്കൊരവസരം തരണേ, ഞാൻ ഒന്നുകൂടെ കിളയ്ക്കാം. പലപ്പോഴും ദൈവസന്നിധിയിൽ നിലവിളിക്കാറുള്ളത് ഇങ്ങനെയാ, പലപ്പോഴും ദൈവസന്നിധിയിൽ കരയാറുള്ളത് ഇങ്ങനെയാ. ആത്മിക സ്വാതന്ത്ര്യമില്ലാതെ പലതിനെ വരിഞ്ഞു കെട്ടി നിർത്തുമ്പോൾ, പലതിനെ പിടിച്ചു നിർത്തുമ്പോൾ, ഒരു വിഭാഗം ജനത്തിന് അറിയാമെങ്കിലും നിലനിൽപ്പിന് വേണ്ടി പലത് ഒതുങ്ങിക്കൂടുമ്പോൾ, ഇന്ന് പകൽക്കാലം ചിലത് പറയുമോ, ഈ ഫലം കായ്ക്കാത്തത് ഫലം കായ്ക്കേണ്ടതിന് ഇത് തോട്ടത്തിൻ്റെ അകത്താകയാൽ ഞാനിതിൻ്റെ വട്ടം ഒന്നുകൂടെ കിളയ്ക്കട്ടെ, ഞാനിതിനൊരല്പം കൂടെ വളമിട്ട് നോക്കട്ടെ, ഞാനിതിന് കുറച്ചുകൂടെ വെള്ളം കൊടുത്ത് നോക്കട്ടെ, വരുന്ന ആണ്ടേക്ക് ഇത് ഫലം കായ്ച്ചെങ്കിൽ. എൻ്റെ കർത്താവേ, ആരൊക്കെയോ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിൻ്റെ ദയ ദീർഘക്ഷമയാണെങ്കിലും നിത്യക്ഷമയല്ല എന്ന് മറക്കരുതേ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപ, ദയ ദീർഘക്ഷമയാണ്, ഒരിക്കലും നിത്യക്ഷമയല്ല. ലഭിച്ച അവസരങ്ങൾ മുഴുവനും പാഴാക്കിയാൽ അവസരം തീർന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പകൽ ചിലരൊരു തീരുമാനമെടുക്കുമോ, എനിക്കെൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഈ തീരുമാനത്തെ തുടർന്ന് ഇന്നൊരു പുതിയ ഉറവ് ദൈവം ഇങ്ങോട്ട് തുറക്കട്ടെ. ഈ തീരുമാനത്തെ തുടർന്ന് ഇന്നൊരു പുതിയ വളം ദൈവം ഇതിനകത്തേക്ക് റിലീസ് ചെയ്യട്ടെ. ചിലതിൻ്റെ മൂടിനോട് അടുത്ത് ഇളകുന്ന മണ്ണുണ്ടെന്ന് എനിക്കറിയാം. സഭയും അതിലെ ശുശ്രൂഷകന്മാരും കൊത്തിക്കിളച്ചിളക്കുന്ന മണ്ണ് ചിലതിന് വേരോടേണ്ടതിന് വേണ്ടിയാ. നെറ്റിലൂടെ ശ്രദ്ധിക്കുന്നവർ, ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നവർ, ദയവായി ശ്രദ്ധിക്കൂ. നിങ്ങളുടെ അരികിലേക്ക് ഇളകുന്ന മണ്ണ് വരുവാൻ കാര്യം, നീരോട്ടം വരുവാൻ കാര്യം, ദൈവം ഗിവപ്പ് ചെയ്തിട്ടില്ല. ഈസ് യെറ്റ് ഓൺ ദ വേ. ഇതുവരെ ദൈവം തള്ളിയില്ല. അതേ, സജഷൻ വന്നതാ വെട്ടിയേക്കാൻ. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾ ഇന്നും അവിടെ എത്താഞ്ഞതിനാൽ, ഇന്നും ബേസിക് സംശയങ്ങളുമായി തുടരുന്നതിനാൽ ഒരൊറ്റക്കാ ജീവിതത്തിൽ കായ്ച്ചിട്ടില്ല. പൂത്തതുകൊണ്ട് പൂക്കാത്തതുകൊണ്ട് ഇന്ന് പകൽ ഒന്നുകൂടെ അവസരം തരികയാണ്. ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഒരു നീരോട്ടം നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ വെള്ളം നമ്മുടെ അരികിലേക്കൊന്ന് വരട്ടെ. ഒരു പ്രാവശ്യം കൂടെ നല്ല വളം നമ്മുടെ അരികിലേക്കൊന്ന് വരട്ടെ. നമുക്കിതൊന്ന് പ്രയോജനപ്പെടുത്താം. തവേ, ഇവിടെ നടക്കുന്നതായ ഓരോ പ്രാർത്ഥനകൾ, ഓരോ കൂട്ടായ്മകൾ എൻ്റെ ജീവിതത്തെ വളർത്തേണ്ടതിനും ഫലം കായ്പിക്കേണ്ടതിനുമാകയാൽ അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്കതിനോട് അപ്പുറത്തോട്ട് പോകാനായിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിതിനപ്പുറത്തോട്ട് പോകാനായിട്ട് ഒക്കത്തില്ല. എൻ്റെ സമയം ഏറെക്കുറെ അതിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. ഇന്ന് പകൽ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിക്ക് വേണ്ടിയും പ്രാർത്ഥന അർഹിക്കുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കുമോ? ഞാനൊരു ഓൾട്ടർ കോളും കൂടി ഒന്ന് കൊടുത്തേ മതിയാകൂ. അത് ടെലിവിഷനിൽ ശ്രദ്ധിക്കുന്നവർക്ക് ബാധകമാണ്, വെബ്സൈറ്റുകളിൽ ശ്രദ്ധിക്കുന്നവർക്ക് ബാധകമാണ്. ലോകത്തിൻ്റെ 100-200 രാജ്യങ്ങളിലായി ഇന്ന് പകരം ശ്രദ്ധിക്കുന്ന സകലർക്കും ഈ ടെൻറ്റിലുള്ളവർക്ക് എന്നതുപോലെ പ്രയോജനപ്പെടേണ്ട ഒരു ഓൾട്ടർ കോൾ ഇന്ന് പകൽ ഇവിടെ കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഒരാലോചന പറയുന്നു. എല്ലാ കണ്ണുകളും ഒന്ന് അടഞ്ഞിരിക്കട്ടെ. കർത്താവും ദൈവവുമേ, അടുത്ത ചില നിമിഷങ്ങൾക്കകം അങ്ങയുടെ ജനത്തിനൊരു വിമോചനം ലഭിക്കേണ്ടതിന്, ഒരു തീരുമാനത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടതിന് ഇന്ന് പകൽ എൻ്റെ കുടുംബത്തെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ വംശാവലിയിൽപ്പെട്ടവരെ, കർത്താവേ, എന്നോട് ബന്ധപ്പെട്ടവരെ, അങ്ങയുടെ ജനത്തെ, സഭയോട് ബന്ധപ്പെട്ട സകലരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
നിങ്ങൾക്ക് അനുതാപത്തിൻ്റെയും മനസ്താപത്തിൻ്റെയും ആത്മാവിനെ തന്നുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് വളരുവാൻ കഴിയാതെ പോയി, എന്തുകൊണ്ട് ഞാൻ ഫലം കായ്ക്കാതെ പോയി, ഞാൻ ഇതാ മാനസാന്തരത്തിന് വേണ്ടി വരുന്നുവെന്ന് ചിന്തിക്കുവാൻ ഒരു പുതിയ അവസരം അവർക്ക് നൽകണമേ. അതിനെ തുടർന്ന് ഇന്ന് പകൽക്കാലം ചില രോഗശാന്തികൾ, അതിനെ തുടർന്ന് ഇന്ന് പകൽക്കാലം ചില ദൈവിക വിമോചനങ്ങൾ, വിടുതലുകൾ എൻ്റെ കർത്താവേ അങ്ങ് കൽപ്പിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഊരിപ്പിടിച്ച വാളുള്ള വിശുദ്ധ ദൂതന്മാരെ ഈ ടെന്റിന് കാവലിന് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഇതിനകത്ത് പലരും ഇന്നൊരു പുതിയ പ്രതിഷ്ഠയിൽ വരുവാനുള്ളതിനാൽ അന്തരീക്ഷത്തെ മലിനമാക്കിയ അസാമാന്യമായ ശക്തിയെ ഗെറ്റ് ഔട്ട്, മാറുന്നില്ല. യേശുവിന്റെ രക്തം ഇതിന്റെ മേൽ വീഴട്ടെ. മീഡിയകൾ ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. അന്തരീക്ഷം മലിനമാക്കിയ ശക്തിയെ മാറുന്നില്ല. ദൈവദൂതന്മാർ കാവൽ നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, യേശുവിന്റെ രക്തത്താൽ പരിപാലിക്കപ്പെടുന്ന ഈ അന്തരീക്ഷത്തിൽ ആരുണ്ട് ഇന്ന് പകൽ ദൈവവുമായി ഒരു ഉഭയസമ്മതത്തിന്? കർത്താവേ, എനിക്ക് ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല, കാരണം അറിഞ്ഞുകൂടാ, പുറകോട്ട് നോക്കിയാൽ ഒരു ഫലവും കാണാനില്ല, ഫലഹീനനായി ശൂന്യനായി നിൽക്കുന്നു. കർത്താവേ, സൽപ്രവർത്തികളിൽ ഫലം കായ്ക്കുവാൻ, ആത്മാക്കളെ നേടുന്നതിൽ ഫലം കായ്ക്കുവാൻ, കൃപാവരങ്ങളിൽ ഫലം കായ്ക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. വിവിധ തുറകളിൽ, വിവിധ നിലകളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുവാൻ ഈ ഹോളിൻ്റെ ഉള്ളിൽ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ എത്ര പേരുണ്ട്? അവരുടെ ഒരു കരം ഞാൻ കാണട്ടെ. അനേക കരങ്ങൾ ഞാൻ കാണുന്നു, ദൈവത്തിന് സ്തോത്രം. അനേക കരങ്ങൾ ഞാൻ കാണുന്നു, ദൈവത്തിന് സ്തോത്രം. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വെബ്കാസ്റ്റിലും ഹാർവസ്റ്റ് ടെലിവിഷനിലുമായി ശ്രദ്ധിക്കുന്നവരെ, ഇത് നിങ്ങളുടെ അവസരമാണ്. Come on, make a commitment. ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ന് പകല പ്രതിഷ്ഠ ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രതിഷ്ഠിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുസഭയുടെ പരിധിക്കുള്ളിലാകയാൽ വെട്ടിക്കളയാതെ ഇന്ന് പിന്നെയും ഞങ്ങൾ കിളയ്ക്കുന്നു, ഞങ്ങൾ ഇന്ന് പിന്നെയും വെള്ളം കോരുന്നു, വളമിടുന്നു. ഇതവർക്ക് പ്രയോജനപ്പെടട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തുടർന്ന് ഞാൻ ആവശ്യങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗത്തിലേക്ക് തീരുമാനങ്ങൾ ഉയരുമെങ്കിൽ സ്വർഗത്തിൻ്റെ തീരുമാനം ദൈവം താഴോട്ട് തരും. പ്രതിഫലം താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിലാണ് നമ്മെ ഏൽപ്പിച്ചതെങ്കിൽ ഇന്ന് പകൽ ചില സാമ്പത്തിക വിടുതലുകൾ, ഇന്ന് ചില കുടുംബ പ്രശ്നങ്ങളുടെ വിടുതലുകൾ, ഇന്ന് ചില സാമൂഹിക വിടുതലുകൾ, ചില കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം, ചില രോഗികളുടെ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി വ്യാപരിക്കട്ടെ. രോഗാത്മാക്കളെ, രോഗശക്തികളെ യേശുവിന്റെ നാമത്തിൽ മാറ്. ജീവിതങ്ങളെ ഞെരിക്കുന്ന നുകങ്ങളെ ഒടിഞ്ഞു മാറ്. അമിക്കയറുകളെ യേശുവിന്റെ നാമത്തിൽ ചെത്തുന്നു. ചിലർ സ്വതന്ത്രരാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം. ഇന്ന് പകൽ ഞങ്ങൾ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. ദൈവിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളോടുകൂടെ തിരുനാമം ഇരുന്നതിനായി നന്ദി. മഹത്വം അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നല്ലവനേ വാഴ്ത്തുമേ ഞാൻ, വല്ലഭനേ പാടുമേ ഞാൻ, നല്ലവനേ വാഴ്ത്തുമേ ഞാൻ, വല്ലഭനേ ദൈവം, നീയേ എൻ്റെ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം.
കാക്കുന്ന ദൈവം. യഹോവയീരേ, കരുതിയിടുമേ. യഹോവ റാഫ, സൗഖ്യദായകനേ. യഹോവയീരേ, അവൻ കരുതിയിടുമേ. യഹോവ റാഫ, സൗഖ്യദായകനേ. നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം, നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. യഹോവ ശാലോം, സമാധാനമേ. യഹോവ ശമ്മാ, എന്നും കൂടെയുണ്ട്. യഹോവ ശാലോം, എൻ സമാധാനമേ. യഹോവ ശമ്മാ, എന്നും കൂടെയുണ്ട്. നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം, നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. യഹോവയീരേ, അവൻ കരുതിയിടുമേ. യഹോവ റാഫ, സൗഖ്യദായകനേ. യഹോവയീരേ, അവൻ കരുതിയിടുമേ. യഹോവ റാഫ, സൗഖ്യദായകനേ. നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം, നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. യഹോവ ശാലോം, സമാധാനമേ. യഹോവ ശമ്മാ, എന്നും കൂടെയുണ്ട്. യഹോവ ശാലോം, സമാധാനമേ. യഹോവ ശമ്മാ, എന്നും കൂടെയുണ്ട്. നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. ഓ നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം, നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം, നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം. നീയേ എൻ നീതിയിൻ ദൈവം, നീയേ എൻ രക്ഷയിൻ ദൈവം, നീയേ എന്നെ കാണുന്ന ദൈവം, നീയേ എന്നെ കാക്കുന്ന ദൈവം, നീയേ എൻ
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓഫറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രയർ റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ലെറ്റ്സ് പ്രേ ഫോർ ദിസ് ഓഫറിങ്സ് ആൻഡ് ഫോർ ദ പ്രയർ റിക്വസ്റ്റ്. പ്രാർത്ഥന റിക്വസ്റ്റായി ഒരു ബ്രദർ ലിൻറ്റോ വളരെ സീരിയസ് ആയി കിടക്കുന്നു, പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചു. ഒരു ബ്രദർ ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. ഈ വിഷയങ്ങൾ ഓരോന്നും വായിച്ച് പ്രയർ ടവറിൽ കൊടുക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ഓരോ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ, ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ലിൻറ്റോയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഐസക്കിനായി പ്രാർത്ഥിക്കുന്നു, ഇവിടെ എഴുതി തന്നിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹീലിംഗ്സ് സംഭവിക്കുവാൻ, സൗഖ്യങ്ങൾ സംഭവിക്കുവാൻ, മിറക്കിൾസ് സംഭവിക്കുവാൻ, അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, വിടുതലുകൾ സംഭവിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ സംഭവിക്കുവാൻ, എതിരെ ഉയർന്നു നിൽക്കുന്ന സകല എതിരുകളെയും കൊടുങ്കാറ്റുകൾ പോലെ തെറിപ്പിച്ചു കളയുന്ന ആത്മശക്തിയുടെ ഒരു വലിയ വ്യാപാരം ഇതിൻ്റെ അകത്തുണ്ടാകുവാൻ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ദൈവജനത്തിന് അനുകൂലമായൊരു പദ്ധതി എൻ്റെ ദൈവം ആരംഭിക്കുവാൻ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വി പ്രേ ഫോർ എവറി നീഡ് ദാറ്റ്സ് പ്ലേസ്ഡ് ബിഫോർ യു. ദൈവം എല്ലാത്തെയും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓഫറിങ്സിനായി പ്രാർത്ഥിക്കുകയാണ്. വി പ്രേ ഫോർ എവറി ഓഫറിംഗ് that is submitted here. കർത്താവേ, ഈ ഓഫറിങ്സിൽ, ദശാംശ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി, ഞങ്ങൾക്ക് അനുകൂലമായി, ദൈവജനത്തിന് അനുകൂലമായി, സഭയ്ക്ക് അനുകൂലമായി, ഇതിലേക്ക് കരം നീട്ടുവാൻ സാധിച്ച ഓരോ വ്യക്തികൾക്ക് അനുകൂലമായി, ഇതിലേക്ക് കരം നീട്ടുവാൻ ആഗ്രഹിച്ചിട്ടും കരം നീട്ടുവാൻ കഴിയാതെ പോയവർക്കായി ഒക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ കിളിവാതിൽ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് കർത്താവേ, സ്ഥലം പോരാതെ വരുവോളം അമുക്കി കുലുക്കി കവിയുന്ന അളവിൽ എൻ്റെ ദൈവം ഞങ്ങൾക്കായി അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഇത് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രക്തത്താൽ ശുദ്ധീകരിക്കണമേ കർത്താവേ. അങ്ങയുടെ രാജ്യത്തിനും അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥന. കർത്താവും ദൈവവുമേ, ഞങ്ങൾ അങ്ങേ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിച്ച് വാഴ്ത്തുന്നു. ഫസ്റ്റ് സർവീസിൽ ഇവിടെ അറ്റൻഡ് ചെയ്തവരും കടന്നു പോകേണ്ടവരുമായവരെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് അയക്കുന്നു. സെക്കൻഡ് സർവീസിന് വേണ്ടി വന്നവർ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കൂടിയിരിക്കണമേ. ഇന്ന് സംസാരിച്ച വചനങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമാകണമേ. ലോകവ്യാപകമായി പങ്കെടുത്തവർ ഇന്ന് പകൽ വാഴ്ത്തപ്പെടണമേ. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ കൂട്ടായ്മയും സാന്നിധ്യവും നമ്മോട് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ട എല്ലാ ആവശ്യത്തോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.